സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അജ്ഞാനിയുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച 240 ശ്ലോകത്തിൽ വിദ്യാരണ്യസ്വാമികൾ എടുത്തു കാണിക്കുന്നത്. ഐഹികാമുഷ്മിക സർവഃ സംസാരോ വാസ്തവഃ. ഇഹലോകം പരലോകം ഇതൊക്കെ സത്യമാണ് എന്ന് കരുതി കഴിയുന്നവരാണ് അജ്ഞാനികൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ലോകവും പരലോകവും പരമസത്യമാണ്. തതഃ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ന ഭാതി നാസ്തി ച അദ്വൈതം. ഈ അദ്വൈത സത്യം, അഖണ്ഡബോധം എന്നൊന്ന് ഇവിടെ അനുഭവിക്കാൻ ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ടതില്ല. പിന്നെ എന്താ ഉള്ളത്? അനുഭവമണ്ഡലത്തിൽ പ്രകാശിക്കുന്ന പ്രപഞ്ചം വ്യക്തമായി അനുഭവിക്കുന്നു 5 ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും. അപ്പോൾ ഈ കാണുന്ന നാമരൂപാത്മകമായ പ്രപഞ്ചം മാത്രമാണ് സത്യം. ഈ അഖണ്ഡബോധം എന്നൊരു അദ്വൈത സത്യം ഇവിടെ ഇല്ല എന്ന് അജ്ഞാനി ഉറപ്പിച്ചിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് തീരുമാനിക്കണം? അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 241 പദ്യത്തിലേക്ക് കിടക്കാം. ജ്ഞാനിനോ വിപരീതോസ്മാത് നിശ്ചയ സമ്യഗീക്ഷ്യതേ സ്വസ്വനിശ്ചയതോ ബദ്ധോ മുക്തോഹം ചേതി മന്യതേ. അജ്ഞാനികൾ പ്രപഞ്ചത്തെ പരമസത്യമായി കരുതുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ജ്ഞാനികളുടെ നിശ്ചയം എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ജ്ഞാനിനഃ അസ്മാത് വിപരീതഃ നിശ്ചയഃ. ജ്ഞാനികളുടെ നിശ്ചയം ഈ അജ്ഞാനികളുടെ നിശ്ചയത്തിൽ നിന്ന് തികച്ചും വിപരീതമാണ്, വിഭിന്നമാണ്. സമ്യഗീക്ഷ്യതേ. നന്നായി ജ്ഞാനികൾ ഈ സത്യത്തെ എല്ലാ ദിക്കിലും കാണുന്നു. അജ്ഞാനിക്ക് നാമരൂപാത്മകമായി കാണപ്പെടുന്ന ഈ പ്രപഞ്ചം അജ്ഞാനിക്ക് അഖണ്ഡ ബോധസ്വരൂപമായി കാണപ്പെടുന്നു. ഇതെങ്ങനെ? അതാണ് പറഞ്ഞത്, കാഴ്ചപ്പാടിലാണ് വ്യത്യാസം, വസ്തുവിലല്ല. കയറാണ് എന്നൊരാൾ കാണുമ്പോൾ വേറൊരാൾ എങ്ങനെയാ അതിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത്? അതിന് കാരണം കയറാണ് എന്നുള്ള അറിവില്ല. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ അഖണ്ഡ ബോധമാണ് എന്നുള്ള ജ്ഞാനത്തിൻ്റെ അഭാവത്തിൽ അജ്ഞാനിക്ക് ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം സത്യമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം, വസ്തുവിൽ വ്യത്യാസമില്ല. സ്വസ്വനിശ്ചയതഃ. അവരവരുടെ നിശ്ചയത്തിനനുസരിച്ച് അഹം ബദ്ധഃ മുക്തഃ ഇതി ച മന്യതേ. ഞാൻ ബദ്ധൻ, ഞാൻ മുക്തൻ എന്ന് കരുതുന്നു. 2 ധാരണയും തെറ്റാ. ഞാൻ മുക്തനാണ് എന്നുള്ള ധാരണ ശരിയല്ലേ സ്വാമി? ബദ്ധനാണ് എന്നുള്ളതല്ലേ തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലും ബന്ധനത്തിൽ അകപ്പെടാത്ത ഈ ആത്മതത്വം എങ്ങനെയാ മുക്തനാവുക? ഞാൻ അഖണ്ഡ ബോധമാണ് എന്ന് സാക്ഷാത്കരിച്ച ഒരാൾ, അയാളെയാണല്ലോ നമ്മൾ മുക്തൻ എന്ന് പറയുക. അപ്പൊ മുക്തൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ബദ്ധനായ ഒരാളാണ് ഇപ്പോൾ മുക്തനായി തീരുന്നത്. ഒരിക്കലും ബന്ധനത്തിൽ അകപ്പെടാത്ത ഒരാൾ എന്തിന് മുക്തൻ എന്ന് കരുതണം? ആത്മാവ് ഒരിക്കലും ബന്ധത്തിൽ പെട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനതിനെ മുക്തൻ എന്ന് പറയണം? വേണ്ട. അതാ പറഞ്ഞത്, ബദ്ധനാണ് എന്നുള്ള ചിന്തയും മുക്തനാണ് എന്നുള്ള ചിന്തയും ഒരുപോലെ കഴമ്പില്ലാത്തത്. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ളത് സത്യം. സത്യം അതുമാത്രമാണ് സത്യം. അപ്പോ ഞാൻ ബദ്ധൻ, ഞാൻ മുക്തൻ എന്നൊക്കെ വിചാരിക്കുന്നത്, ആ വിചാരം അജ്ഞാനത്തിൽ തന്നെയാണ്, അജ്ഞാനതലത്തിൽ തന്നെയാണ്. തത്വജ്ഞാനിയുടെ നിശ്ചയം അജ്ഞാനിയുടെ നിശ്ചയത്തിൽ നിന്ന് വിപരീതമാണെന്ന് സ്പഷ്ടമായി കാണപ്പെടുന്നുണ്ട്. അതായത് സംസാരം അവാസ്തവമാണെന്നും അദ്വൈതം പരമാർത്ഥമാണെന്നും ജ്ഞാനി കരുതുന്നു. ഇതിന്റെ ഫലമെന്ത് എന്നാൽ അജ്ഞാനി സംസാരത്താൽ ബദ്ധനാണെന്നും ജ്ഞാനി മുക്തനാണെന്നും അവരവരുടെ നിശ്ചയാനുസരണം വിചാരിക്കുന്നു. അജ്ഞാനി സംസാരത്തെ സത്യമായി കരുതുന്നു. താൻ ഈ സംസാരത്തിൽ ജനിച്ചു മരിക്കുന്നവനാണ്, രാഗദ്വേഷങ്ങളാൽ ബദ്ധനാണ്, ചിന്തകളുടെ അടിമയാണ് എന്നൊക്കെ കരുതുന്നു. ജ്ഞാനി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. താൻ അഖണ്ഡ ബോധസ്വരൂപമായ സത്യമാണ്
എന്ന് കാണുന്നു. അവരവരുടെ നിശ്ചയത്തിനനുസരിച്ചിരിക്കും അവരവരുടെ അനുഭവം. ജ്ഞാനികളുടെയും അജ്ഞാനികളുടെയും നിശ്ചയം അല്ലെങ്കിൽ വിശ്വാസം അന്യോന്യ വിരുദ്ധങ്ങളാണെന്ന് കാണപ്പെട്ടുവല്ലോ. അജ്ഞാനി തൻ്റെ നിശ്ചയത്തിനനുസരിച്ച് താൻ ബദ്ധനെന്നും ജ്ഞാനി തൻ്റെ നിശ്ചയത്തിനനുസരിച്ച് താൻ മുക്തനെന്നും ഭാവിക്കുകയും ചെയ്യുന്നു. ബന്ധമോക്ഷങ്ങൾ രണ്ടും മായാകാര്യങ്ങളാകയാൽ ഭാവന തന്നെ അവയ്ക്കാസ്പദം. വിചാരത്തിൽ മാത്രമേ ഉള്ളൂ ബന്ധവും മോക്ഷവും. ഞാൻ ബദ്ധനാണ് എന്നുള്ളത് വിചാരമാണ്, ഞാൻ മുക്തനാണ് എന്നുള്ളതും ബുദ്ധിയിലുള്ള ഒരു ആശയമോ പ്രത്യയമോ ആണ്. ആത്മാവ് ബന്ധനത്തിൽ അകപ്പെടാത്തത് കൊണ്ട് തന്നെ അതിനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട കാര്യമില്ല. താൻ മുക്തനാണ് എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ താൻ നേരത്തെ ബദ്ധനാണ് എന്നൊരു വിചാരം ഉണ്ടായിരുന്നത് കൊണ്ട് ആ കാഴ്ചപ്പാടിന് ഇപ്പോൾ മാറ്റം സംഭവിച്ചു, താൻ മുക്തനാണ് എന്നൊരാൾക്ക് പറയാം. പക്ഷേ ആ രണ്ട് കാഴ്ചപ്പാടുകളും തെറ്റാണ്. കാരണം ഭാവനയും അതിനാസ്പദമായ ചിത്തവും ഇല്ലാതായി തീരുമ്പോൾ അവ രണ്ടും ഒട്ടില്ലതാകും. ബുദ്ധിക്ക് അതീതമായ തലത്തിൽ അഖണ്ഡ ബോധമായി താൻ നിലകൊള്ളുമ്പോൾ ഈ ബന്ധമോക്ഷങ്ങൾക്ക് അവിടെ എന്തു പ്രസക്തിയാണുള്ളത്? പറയാൻ തെറ്റില്ല. നേരത്തെ ഞാൻ ബദ്ധനായിരുന്നു, ഇപ്പോൾ സത്യത്തെ സാക്ഷാത്കരിച്ച് മുക്തനായി തീർന്നു എന്നൊക്കെ. നേരത്തെ താൻ ബദ്ധനല്ലായിരുന്നു, താൻ ഒരിക്കലും ബന്ധത്തിൽ അകപ്പെടാത്ത ആത്മാവായിരുന്നു. ആ ആത്മാവിന് ഇനി ഒരു മോക്ഷത്തിൻ്റെ ആവശ്യമുണ്ടോ? അടുത്ത പദ്യം വായിക്കാം. നാദ്വൈതമപരോക്ഷം ചേത് നചിദ്രൂപേണ ഭാസനാത് അശേഷേണ നഭാനം ചേത് ദ്വൈതം കിം ഭാസതേ കിലം. ന അദ്വൈതം അപരോക്ഷം ചേത് അദ്വൈതം അപരോക്ഷം ന ചേത്. ഒരാൾ പറയുകയാണ് ഈ അദ്വൈതം അപരോക്ഷമല്ല എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇന്ദ്രിയ മനസ്സുകളിലൂടെ ഈ ആത്മതത്വത്തെ ആരും അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് അത് അപരോക്ഷമല്ല എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചേത് ന അങ്ങനെയല്ല. ചിദ്രൂപേണ ഭാസനാത്. എന്തുകൊണ്ടെന്നോ ജ്ഞാനസ്വരൂപമായി അനുഭവമായിട്ട് അത് സകലരുടെ ഉള്ളിലും പ്രകാശിക്കുന്നു എന്നുള്ളത് കൊണ്ട്. ഞാനുണ്ട് എന്നുള്ള അനുഭവത്തിൽ എന്ത് അവ്യക്തതയാണുള്ളത്? അത് പ്രത്യക്ഷം തന്നെയല്ലേ. ഞാനുണ്ട് എന്ന് വേറെ ആരെങ്കിലും പറഞ്ഞു തന്ന് അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് വേണോ ഞാനുണ്ട് എന്നറിയാൻ? നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എടോ താൻ ഇന്ന് മുതൽ ഞാനുണ്ട് എന്നങ്ങ് വിചാരിച്ചോളണം. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? മാതാപിതാക്കളോ അധ്യാപകന്മാരോ സുഹൃത്തുക്കളോ ആരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഞാനുണ്ട് എന്നുള്ളത് എല്ലാവരിലുമുള്ള സ്വാഭാവികമായ അനുഭവമാണ്. അപ്പോൾ അത് അപരോക്ഷമല്ല എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ആകപ്പാടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഞാനുണ്ട് എന്നുള്ളതാണ്. പ്രപഞ്ചമുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റില്ല. ഉറക്കത്തിൽ എവിടെ പോകുന്നു? ഓരോ ഇന്ദ്രിയത്തിൻ്റെയും കവാടങ്ങൾ അടച്ചു കളഞ്ഞാൽ അതാത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവം നിരോധിക്കപ്പെടുന്നു. 5 ഇന്ദ്രിയങ്ങളെയും അടച്ചു കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവങ്ങൾ പൂർണ്ണമായി ഇല്ലാതാവും. എന്ന് പറഞ്ഞാൽ ബാഹ്യപ്രപഞ്ചത്തിൻ്റെ അനുഭവം തന്നെ ഇല്ലാതാകും. അപ്പോൾ ആത്മാനുഭവം മാത്രമാണ് ഇവിടെ ശരിക്കും പ്രത്യക്ഷമായിട്ടുള്ളത്. ശരി, വേദാന്തിയുടെ ഈ അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കാം. അശേഷേണ ഭാതം ചെയ്ത് അപ്പോഴും അടുത്ത ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണ്. അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി സമ്പൂർണമായി അതിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ അനുഭവപ്പെടുന്നില്ലല്ലോ. അതെന്തുകൊണ്ട്? ഞാനുണ്ട് എന്നുള്ള അനുഭവം പ്രത്യക്ഷമാണ്, സമ്മതിച്ചു. പക്ഷേ അത് അഖണ്ഡ ബോധമാണ് എന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. അതായത് അതിൻ്റെ പൂർണ്ണതയിൽ അത് പ്രകാശിക്കുന്നില്ലല്ലോ എന്ന് ആക്ഷേപം ഉന്നയിച്ചാൽ അതിന് വിദ്യാരണ്യ സ്വാമികൾക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ദ്വൈതമഖിലം കിം ഭാസതേ. നിങ്ങൾ പറയുന്നത് ഞാനെന്നുള്ള അനുഭവം പ്രത്യക്ഷമാണ് എന്നുള്ള കാര്യത്തോട് യോജിക്കാം.
പക്ഷേ അത് പൂർണ്ണമായി അഖണ്ഡമായ രീതിയിൽ ഉള്ളിൽ അനുഭവപ്പെടുന്നില്ലല്ലോ. ഇതാണല്ലോ താങ്കളുടെ ആക്ഷേപം. അപ്പോൾ വേദാന്തി ഒരു ചോദ്യം ചോദിക്കുന്നു, ഈ ദ്വൈതം പൂർണ്ണമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ നിങ്ങൾ പൂർണ്ണമായിട്ട് അറിയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ദ്വൈതത്തെയും പൂർണ്ണമായിട്ട് അറിയുന്നില്ലല്ലോ, പിന്നെ അദ്വൈതത്തെ പൂർണ്ണമായിട്ട് അറിയുന്നില്ല എന്നൊരാക്ഷേപം നിങ്ങൾക്ക് ഉന്നയിക്കാൻ എന്തവകാശം? ഇപ്പൊ ദ്വൈതത്തെ പൂർണ്ണമായി അനുഭവിക്കുന്നു എങ്കിൽ നമുക്ക് ഒരാക്ഷേപം ഉന്നയിക്കാം, ഈ അദ്വൈതം അതിന്റെ പൂർണ്ണമായ തോതിൽ അനുഭവപ്പെടുന്നില്ല. ദ്വൈതത്തെയും പൂർണ്ണമായിട്ട് ആരും അറിയുന്നില്ലല്ലോ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, ഈ വിസ്തൃതമായ പ്രപഞ്ചം, ഇതിനെ പൂർണ്ണമായ രീതിയിൽ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോ ആ ദ്വൈതാനുഭവത്തിലും അപൂർണതയുണ്ട്. അതുപോലെ കൂട്ടിക്കോളൂ, അദ്വൈതത്തിന്റെ അനുഭവത്തിലും അപൂർണതയുണ്ട്. ഒരു കാര്യം ചെയ്യൂ, മറമാറ്റി അതിനെ പൂർണ്ണമായി അനുഭവിക്കാനുള്ള വഴി നോക്കൂ. അല്ലാതെ ഇപ്പൊ അനുഭവപ്പെടുന്നില്ല, ഇപ്പൊ അപൂർണമായിട്ടല്ലേ അനുഭവപ്പെടുന്നുള്ളൂ എന്നൊന്നും സംസാരിക്കേണ്ട എന്നാണ്. അദ്വൈതം വിളങ്ങുന്നുവെന്ന് ശാസ്ത്രവാക്യം അനുസരിച്ച് പറയുന്നു എന്നല്ലാതെ അനുഭവത്തിൽ വിളങ്ങുന്നില്ല എന്ന് ശങ്കിക്കുന്നെങ്കിൽ ആ ശങ്ക ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ഘടം സ്ഫുരിക്കുന്നു, പടം സ്ഫുരിക്കുന്നു എന്നിപ്രകാരം അദ്വിതീയ ജ്ഞാനസ്വരൂപേണ സകലത്തോടും ചേർന്ന് വിളങ്ങുന്നുണ്ടല്ലോ. എല്ലാറ്റിനെയും ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. ഉണ്മയുടെ അനുഭവമാണല്ലോ നമുക്കുള്ളത്. ആ ഉണ്മയുടെ അനുഭവം തന്നെയാണ് ആത്മാനുഭവം അല്ലെങ്കിൽ ബോധാനുഭവം. മറ്റുള്ള ഒന്നിനും ഉണ്ട് എന്ന് അനുഭവിക്കാനുള്ള കഴിവില്ല. അതിനാൽ സ്ഫുരണമില്ല, ആത്മാവ് പ്രകാശിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ചിന്മാത്രമായിട്ട് അദ്വൈതം വിളങ്ങുന്നുവെങ്കിലും സമ്പൂർണമായിട്ട് വിളങ്ങുന്നില്ല എന്ന് പിന്നെയും സംശയിക്കുന്നുവെങ്കിൽ ആ ശങ്കയ്ക്കും ആസ്പദമില്ല, അടിസ്ഥാനമില്ല. എന്തുകൊണ്ട്? ദ്വൈതവും പൂർണ്ണമായി വിളങ്ങുന്നുണ്ടോ? ഇല്ല. ദ്വൈതവും അതിൻ്റെ പൂർണ്ണതയിൽ നാം അനുഭവിക്കുന്നില്ലല്ലോ, പിന്നെ അദ്വൈതത്തെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നൊരു പരാതി എന്തിനു പറയുന്നു? ഇതിൻ്റെ സാരം വായിക്കാം. അദ്വൈതമായ പരമചൈതന്യം സർവത്ര വ്യാപിച്ചു പ്രകാശിക്കുന്നു എന്നിങ്ങനെ ശാസ്ത്രങ്ങളിൽ പറയുന്നതല്ലാതെ എവിടെയും കാണപ്പെടുന്നില്ല എന്നാണെങ്കിൽ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഘടപടാദി പദാർത്ഥങ്ങൾക്ക് തന്നെത്താൻ പ്രകാശിക്കാൻ കഴിവില്ലെന്ന് വ്യക്തമാണല്ലോ. കാരണം അവ ജഡങ്ങളാണല്ലോ. ഏതു ചൈതന്യമാണ് അവയെ പ്രകാശിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. ഈ ബോധം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകും. അപ്പോഴും അടുത്ത സംശയം ചോദിക്കാം, അദ്വൈത ചൈതന്യം സർവത്ര വ്യാപ്തമായിട്ട് എപ്പോഴും വിളങ്ങുന്നു. കാരണം പ്രപഞ്ചം മുഴുവൻ നാം ഉണ്ട് എന്നാണ് അനുഭവിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു സംശയം അവശേഷിക്കുന്നു. എന്താണ്? സമ്പൂർണമായി വിളങ്ങുന്നില്ല എന്ന ആക്ഷേപമുണ്ടെങ്കിൽ സമ്പൂർണമായി വിളങ്ങായികയല്ല, സമ്പൂർണമായി ഗ്രഹിക്കാൻ കഴിയായികയാണെന്ന് ധരിക്കുന്നതാണ് ശരിയായിട്ടുള്ളത്. അതായത് ആത്മാനുഭവത്തിൽ കുറവില്ല, അപൂർണതയില്ല. നമ്മുടെ ആ വസ്തുവിൻ്റെ ഗ്രഹണം അപൂർണമാണ്. നമ്മൾ പൂർണ്ണമായ തോതിൽ അതിനെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അപൂർണത അനുഭവപ്പെടുന്നത്, അല്ലാതെ ആത്മാവ് അപൂർണമായത് കൊണ്ടല്ല. ഇനി ദ്വൈതത്തെയും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ. ആ സ്ഥിതിക്ക് അദ്വൈതത്തെയും പൂർണ്ണമായിട്ട് അറിയുന്നില്ല എന്നൊരു ആക്ഷേപം അസ്ഥാനത്താണ്. ദ്വൈതത്തെയും ആരും സമ്പൂർണമായി ഗ്രഹിക്കുന്നില്ല. അടുത്ത പദ്യം വായിക്കാം. ദിങ്മാത്രേണ വിഭാനം തോ ദ്വയോരപി സമം ഖലു ദ്വൈതസിദ്ധിവദദ്വൈതസിദ്ധിസ്തേ താവതാനകിം. ദിങ്മാത്രേണ വിഭാനം തോ, ഒരു ദിക്കിൽ മാത്രം അല്ലെങ്കിൽ ഏകദേശമായി എന്ന് പറഞ്ഞാൽ പൂർണ്ണതോതിലല്ലാതെ അവ്യക്തമായി അങ്ങിങ്ങായി മാത്രം പ്രകാശിക്കുന്നത് ദ്വയോഹോ അപി സമം ഖലു, ദ്വൈതത്തിൻ്റെ കാര്യത്തിലും അദ്വൈതത്തിൻ്റെ കാര്യത്തിലും അപൂർണമായ അനുഭവമാണ് നമുക്കുള്ളത്. ആത്മാവും പൂർണ്ണമായി അറിയപ്പെടുന്നില്ല. കാരണം ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് അഖണ്ഡ ബോധമായി നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുപോലെ ദ്വൈതത്തെ നമ്മൾ അറിയുന്നുണ്ടെങ്കിലും അതിനെയും പൂർണ്ണമായി അറിയുന്നില്ല. ഇങ്ങനെ
അപൂർണമായിട്ടുള്ള അറിവാണ് ദ്വൈതത്തിലും അദ്വൈതത്തിലും. രണ്ടിലും ആ അപൂർണത തുല്യമാണ് എന്ന് പറഞ്ഞുവല്ലോ. തേ താവത ദ്വൈതസിദ്ധിവത് അദ്വൈതസിദ്ധി നകിം. അങ്ങനെ രണ്ടിലും ഒരേപോലെ അപൂർണതയുണ്ടെങ്കിൽ തേ താവത ദ്വൈതസിദ്ധിവത്, നിന്റെ ആ നിശ്ചയപ്രകാരം ദ്വൈതസിദ്ധി പോലെ അദ്വൈതസിദ്ധിയും ഭവിക്കയില്ലയോ? എന്താണ് അർത്ഥം? ദ്വൈതത്തിലും അദ്വൈതത്തിലും ദോഷം പൊതുവാണ്, ഒരുപോലെയാണ് എന്നാണല്ലോ ആക്ഷേപം ഉന്നയിക്കുന്നത്. അദ്വൈതവും പൂർണ്ണമായി അനുഭവപ്പെടുന്നില്ല, ദ്വൈതവും പൂർണ്ണമായി അനുഭവപ്പെടുന്നില്ല. അപ്പൊ ഈ ഏകദേശ പ്രതീതി എന്ന് പറഞ്ഞാൽ അപൂർണമായ അനുഭവം ദ്വൈതത്തിലും അദ്വൈതത്തിലും തുല്യമാണല്ലോ. അങ്ങയുടെ ആ അഭിപ്രായാനുസരണം ഏകദേശ പ്രതീതി കൊണ്ട് ദ്വൈത നിശ്ചയം സിദ്ധിക്കാമെങ്കിൽ അദ്വൈത നിശ്ചയവും എന്തുകൊണ്ട് സിദ്ധിച്ചുകൂടാ? സിദ്ധിക്കാം എന്ന് താല്പര്യം. അതായത് അവ്യക്തമായിട്ടാണ് ഈ ദ്വൈതം, അല്ലെങ്കിൽ അപൂർണമായിട്ടാണ് ഈ ദ്വൈതം അനുഭവപ്പെടുന്നത് എങ്കിലും അതുകൊണ്ട് നമ്മൾ ദ്വൈത പ്രപഞ്ചത്തെ അനുഭവിക്കുന്നുണ്ടല്ലോ, അനുഭവത്തിൽ കുറവൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇതുപോലെ അദ്വൈതവും പൂർണ്ണമായി പ്രകാശിക്കുന്നില്ലെങ്കിലും ആ അപൂർണമായ അദ്വൈത അനുഭവവും നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. അത് നമ്മെ പൂർണ്ണമായ അനുഭവത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കും എന്നാണ് പറയുന്നത്. ജ്ഞാതാവിൻ്റെ പ്രജ്ഞയുടെ വ്യാപ്തിക്കനുസരിച്ച് ദ്വൈതത്തിൻ്റെ ഗ്രഹണമുള്ളൂ. അതായത് നമ്മുടെ ബുദ്ധി എത്ര കണ്ട് വ്യാപിക്കുന്നുവോ, എത്ര ദൂരം അതിന് വ്യാപിക്കാൻ പറ്റുമോ അതിനനുസരിച്ചാണ് ദ്വൈതത്തിൻ്റെ അറിവ് നമുക്കുണ്ടാവുന്നത്. അതുപോലെ അദ്വൈതത്തിൻ്റെയും ഏകദേശ ജ്ഞാനമുണ്ട്. അദ്വൈതവും നമുക്ക് ഏകദേശം അറിയാൻ പറ്റുന്നുണ്ട്. എന്താണ്? ഓരോരുത്തരുടെയും ഉള്ളിലെ ഞാൻ എന്നുള്ളതാണ് അദ്വൈതത്തിൻ്റെ അനുഭവം. ഇനി പ്രപഞ്ച പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ആ നാമരൂപങ്ങളോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ഉണ്മയെ നാം അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാം ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താ ഒരു ദോഷം? ആ ബോധത്തെ അതിൻ്റെ തനതായ രൂപത്തിൽ അറിയുന്നില്ല എന്നുള്ള ഒരു കുറവുണ്ട്. ആ കുറവ് ദ്വൈതജ്ഞാനത്തിലുമുണ്ട്. അപ്പോൾ ആ പ്രജ്ഞയുടെ വ്യാപ്തിക്കനുസരിച്ചാണ് അറിവിൽ കൂടുതലും കുറവും സംഭവിക്കുന്നത്. ഏകദേശമാത്ര ജ്ഞാനത്തിന് ഹേതു പ്രജ്ഞയുടെ വ്യാപ്തി കുറവാണ്. അതായത് പരിമിതമായി പ്രജ്ഞ വ്യാപിക്കുമ്പോൾ അറിവും പരിമിതമായിരിക്കും. അല്ലാതെ അദ്വൈത ചൈതന്യത്തിന് അപരിച്ഛിന്നത ഇല്ലാഞ്ഞിട്ടല്ല. അദ്വൈത സത്യം എന്തുകൊണ്ട് പൂർണ്ണമായി ഉള്ളിൽ പ്രകാശിക്കുന്നില്ല? അത് പരിച്ഛിന്നമായതുകൊണ്ടല്ല, മറിച്ച് ആ സത്യത്തിൽ നമ്മുടെ ബുദ്ധി പൂർണ്ണതോതിൽ വ്യാപിക്കാത്തത് കൊണ്ടാണ്. ബുദ്ധിയുടെ വ്യാപ്തി കുറഞ്ഞു പോയത് കൊണ്ടാണ് അദ്വൈതം അപൂർണമെന്ന പോലെ പ്രകാശിക്കുന്നത്. വാസ്തവത്തിൽ അവിടെ ഒരു അപൂർണതയുമില്ല. ഏകദേശ ജ്ഞാനം കൊണ്ട് ദ്വൈതത്തെ ബോധിക്കാമെങ്കിൽ ദ്വൈതത്തെ പൂർണ്ണമായി അറിയാതെ പരിച്ഛിന്നമായ രീതിയിൽ മാത്രമേ ദ്വൈതത്തെ അറിയുന്നുള്ളൂ. നമ്മുടെ ദ്വൈതജ്ഞാനം എത്രയുണ്ട്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ എത്ര ദൂരം വ്യാപിക്കുന്നുവോ അത്രയും ദൂരെയുള്ളവയെ കുറിച്ചുള്ള അറിവേ നമുക്കുണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആ ഏകദേശ വ്യാപ്തി കൊണ്ട് തന്നെ നമ്മൾ ദ്വൈതത്തെ സത്യം എന്ന് തീരുമാനിക്കുന്നു. ആണല്ലോ ഈ അജ്ഞാനികൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അവരെ എല്ലാറ്റിനെയും കണ്ടിട്ടല്ല ദ്വൈതം സത്യമാണെന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ പരിമിതമായ തോതിൽ പ്രജ്ഞ വ്യാപിക്കുമ്പോൾ കാണപ്പെടുന്നതിനെ അവർ സത്യമെന്ന് കരുതുന്നു. അപ്പോൾ ആ ഏകദേശ ജ്ഞാനം കൊണ്ട് ദ്വൈതത്തെ ബോധിക്കാമെങ്കിൽ അദ്വൈതത്തെ എന്തുകൊണ്ട് ബോധിച്ചുകൂടാ? അദ്വൈതത്തെയും ഈ അല്പമായ വ്യാപ്തി കൊണ്ട് ഉണ്ട് എന്ന് തീരുമാനിക്കാൻ എന്താ പ്രയാസം? തീർച്ചയായും ബോധിക്കാം. അതിനാൽ അദ്വൈതജ്ഞാനം സിദ്ധമല്ല എന്ന് പറയുന്നത് ശരിയല്ല. അദ്വൈതജ്ഞാനം ഞങ്ങൾക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. ദ്വൈതത്തിൻ്റെ ഒരു അല്പമായ ഭാഗത്തെ അറിഞ്ഞിട്ട് ദ്വൈതം സത്യമാണ് എന്ന് അജ്ഞാനികൾക്ക് തീരുമാനിക്കാമെങ്കിൽ അതേ ന്യായമനുസരിച്ച് അദ്വൈതത്തെ ഭാഗികമായി അറിഞ്ഞിട്ട് അതാണ് പരമസത്യം എന്ന് തീരുമാനിക്കുന്നതിൽ എന്താ വിരോധം? ഒരു വിരോധവുമില്ല. തീരുമാനിക്കണം അദ്വൈതമാണ് സത്യമെന്ന്. അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. ദ്വൈതേന ഹീനമദ്വൈതം ദ്വൈതജ്ഞാനേ കഥം ത്വിദം ചിദ്ഭാനം ത്വവിരോധ്യസ്യ
ദ്വൈതസ്യാതോ സമേ ഉഭേ. അടുത്തത് എന്താ പറയുന്നത്? ദ്വൈതേന ഹീനം അദ്വൈതം. ദ്വൈതത്തോടുകൂടെ ചേരാത്തതാണ് അദ്വൈതം. അദ്വൈതത്തിൽ ദ്വൈതത്തിന് അല്പം പോലും പ്രസക്തിയില്ല. ദ്വൈതത്തിന്റെ കണിക പോലും അദ്വൈതത്തിലില്ല. അപ്പോൾ ദ്വൈത വിമുക്തമാണ് അദ്വൈതം എന്ന് പറയുന്നതാണ് ശരി. ഇതം തോ ദ്വൈതജ്ഞാനേ കഥം. ശരി, ദ്വൈതത്തിന്റെ കണിക പോലും ഇല്ലാത്തതാണ് അദ്വൈതം എങ്കിൽ ദ്വൈതജ്ഞാനത്തിൽ ഇതെങ്ങനെ സാധ്യമാകും എന്ന് പറഞ്ഞാൽ, ദ്വൈതജ്ഞാനത്തിൽ ഇരിക്കുന്ന ഒരാൾ എങ്ങനെ അദ്വൈതത്തെ അറിയും? കാരണം അദ്വൈതത്തിന് ദ്വൈതവുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ല. അപ്പോ ദ്വൈത പ്രപഞ്ചത്തെ അറിയുന്നതിൻ്റെ ഇടയ്ക്ക് അദ്വൈതത്തെ കുറിച്ചുള്ള അറിവ് എങ്ങനെ ഉണ്ടാകും? എല്ലാറ്റിനെയും ബ്രഹ്മം എന്ന് ഭാവന ചെയ്താൽ, വിചാരിച്ചാലും ഈ ദ്വൈതവുമായിട്ട് സ്പർശമില്ലാത്തതാണ് അദ്വൈതം എന്ന കാരണത്താൽ ഈ ദ്വൈതജ്ഞാനത്തിൻ്റെ ഇടയ്ക്ക് അദ്വൈതജ്ഞാനം എങ്ങനെ ഉണ്ടാകും? ചിദ്ഭാനം തു അവിരോധി. ചിത്തിന്റെ പ്രകാശം വിരോധിയല്ല. ചിത്തിന്റെ പ്രകാശം വിരോധിയല്ല എന്ന് പറഞ്ഞാൽ, മായാമയങ്ങളായ നാമരൂപങ്ങൾ പ്രകാശിക്കുന്നതോടൊപ്പം തന്നെ ഈ സത്യത്തിന്റെ ഉണ്മയും അതിനോടുകൂടെ ചേർന്ന് പ്രകാശിക്കുന്നു. അങ്ങനെയാണ് നാമരൂപങ്ങൾ ഉള്ളവയാണ് എന്ന് നാം അറിയുന്നത്. അപ്പോൾ ചൈതന്യത്തിന്റെ അല്ലെങ്കിൽ സത്യത്തിന്റെ പ്രകാശം ദ്വൈതത്തിന്റെ പ്രകാശത്തിന് വിരുദ്ധമല്ല എന്ന് പറഞ്ഞാൽ, ദ്വൈതത്തിനോടൊപ്പം അദ്വൈതം ചേർന്ന് പ്രകാശിക്കുന്നു. അസ്യ ദ്വൈതസ്യ ഉഭേ അസമേ. ഈ ദ്വൈതത്തിന് രണ്ടും തുല്യങ്ങളല്ല. അതായത് ദ്വൈതത്തിനോട് ചേർന്ന് അദ്വൈതം പ്രകാശിക്കുന്നു, അത് സാധ്യമാണ്. പക്ഷെ ഈ ദ്വൈതത്തിൽ കിടക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് അദ്വൈതജ്ഞാനം എങ്ങനെ നേടാൻ പറ്റും? അത് സാധ്യമല്ല. അതുകൊണ്ട് ദ്വൈതവും അദ്വൈതവും തുല്യമല്ല എന്നാണ് പറയുന്നത്. നേരത്തെ എന്താ പറഞ്ഞത്? ദ്വൈതവും അദ്വൈതവും തുല്യമാണ് എന്ന് പറഞ്ഞുവല്ലോ. ഏതർത്ഥത്തിൽ? ദ്വൈതത്തിന്റെ അനുഭവം ഭാഗികമായിട്ടേ ഉള്ളൂ. ആ ഭാഗികമായ അനുഭവം കൊണ്ട് മനുഷ്യർ ദ്വൈതത്തെ സത്യമെന്ന് കരുതുന്നു. അതുപോലെ വേദാന്തി പറയുന്നു, അദ്വൈതവും ഭാഗികമായിട്ടേ പ്രകാശിക്കുന്നുള്ളൂ എങ്കിലും അത് വെച്ചുകൊണ്ട് അദ്വൈതത്തെ സത്യമെന്ന് തീരുമാനിക്കുന്നതിൽ വിരോധമില്ല. ആ അർത്ഥത്തിൽ ദ്വൈതവും അദ്വൈതവും തുല്യം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് പറയുന്നത്. ദ്വൈതത്തിന്റെ കറ പുരളാത്തതാണ് അദ്വൈതം. അപ്പോ ഈ ദ്വൈതജ്ഞാനത്തിന്റെ ഇടയ്ക്ക് അദ്വൈതം എങ്ങനെ പ്രകാശിക്കും? ദ്വൈത നാമരൂപങ്ങളോടൊപ്പം ഉണ്മയും കൂടെ ചേർന്ന് പ്രകാശിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ശുദ്ധമായ അദ്വൈതത്തെ ഈ ദ്വൈതത്തിന്റെ ഇടയ്ക്ക് നമുക്ക് എങ്ങനെ തിരിഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ സാധ്യമല്ല. അതുകൊണ്ട് ഈ ദ്വൈതവും അദ്വൈതവും ഒരുപോലെയാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നൊരു ആക്ഷേപമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അദ്വൈതം എന്നത് ദ്വൈതത്തോട് കൂടാത്തതാണ്. ദ്വൈത പ്രതീതി ഉള്ളപ്പോൾ അദ്വൈത സിദ്ധി ഉണ്ടാകുന്നത് എങ്ങനെ? എന്നാൽ അദ്വൈത പ്രതീതി ഉള്ളപ്പോൾ ദ്വൈതസിദ്ധി എങ്ങനെ ഉണ്ടാകും എന്നാണ് സമാധാനമെങ്കിൽ, അങ്ങയുടെ മതത്തിൽ ചിദ്രൂപത്തിന്റെ പ്രതീതി തന്നെയാണ് അദ്വൈത പ്രതീതി എന്നായാൽ ചിദ്രൂപ പ്രതീതി ദ്വൈതത്തിന് വിരോധിയല്ല. ചൈതന്യം ദ്വൈതത്തോടുകൂടെ ചേർന്ന് തന്നെ പ്രകാശിക്കും, അതിന് ദോഷമില്ല. അങ്ങനെയാണല്ലോ ദ്വൈതം ഉള്ളതായി തീരുന്നത്. മായാമയമായ ദ്വൈത പ്രപഞ്ചം ഉള്ളതായി തീരാൻ കാരണം അതോടൊപ്പം ചൈതന്യവും ചേർന്ന് പ്രകാശിക്കുന്നു. അങ്ങനെയാണ് പ്രപഞ്ചത്തിന് ഒരു സത്യത്വം ഉണ്ടാകുന്നത്. പക്ഷെ അതുപോലെ ഈ അദ്വൈത ജ്ഞാനം പ്രകാശിക്കാൻ വയ്യ. എന്തുകൊണ്ട്? അദ്വൈതത്തിൽ ദ്വൈതത്തിന്റെ കണിക പോലുമില്ല. അപ്പോ ഇവയ്ക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ദ്വൈത പ്രപഞ്ചത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഒരിക്കലും അദ്വൈതത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല എന്ന് പൂർവപക്ഷം ഉന്നയിക്കുകയാണ്. നമുക്കിതിന്റെ സാരം വായിക്കാം. ദ്വൈതവും അദ്വൈതവും അന്യോന്യ വിരുദ്ധങ്ങളല്ലേ? അതിനാൽ ദ്വൈതത്തിന്റെ പ്രതീതിയുള്ളപ്പോൾ അദ്വൈതത്തെ എങ്ങനെ അറിയും? ദ്വൈതത്തിന്റെ പ്രതീതിയുണ്ടല്ലോ. ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ അനുഭവപ്പെടുന്നത് എപ്പോഴും ദ്വൈത പ്രപഞ്ചമാണ്.
ഇതിൻ്റെ ഇടയ്ക്ക് അദ്വൈതത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും? അദ്വൈത ബോധമാണ് സ്വാഭാവികമായിട്ടുള്ളത്. ആ സ്ഥിതിക്ക് ദ്വൈതപ്രതീതി എങ്ങനെ ഉണ്ടാവുന്നുവോ അതുപോലെ അദ്വൈതത്തെയും അറിയുന്നു എന്നാണ് അതിൻ്റെ മറുപടിയെങ്കിൽ അത് ശരിയല്ല. അതായത് അദ്വൈതമാണ് എപ്പോഴും യഥാർത്ഥത്തിലുള്ളത്. അതിൽ ദ്വൈതപ്രതീതി എങ്ങനെ ഉണ്ടാകുന്നുവോ അതുപോലെ ഈ ദ്വൈതപ്രപഞ്ച അനുഭവത്തിലും നമുക്ക് അദ്വൈത സത്യത്തെ കണ്ട് അനുഭവിക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് പൂർവപക്ഷം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ചൈതന്യ അനുഭൂതിയെയാണല്ലോ അദ്വൈത പ്രതീതി എന്ന് പറയുന്നത്. ചൈതന്യമാണ് അദ്വൈതം, അദ്വൈതത്തിൻ്റെ സ്വഭാവമാണ് ചൈതന്യം എന്നുള്ളത്. അത് ദ്വൈതബോധത്തിന് തടസ്സമല്ല. എന്തുകൊണ്ട്? ആ അദ്വൈതം ഈ ദ്വൈത പ്രപഞ്ചത്തിൽ ഉടനീളം വ്യാപിച്ചു നിന്നുകൊണ്ട് ഈ മായാമയങ്ങളായ നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ ഈ പ്രപഞ്ചം സത്യമായി നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ദ്വൈതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്വൈതം പ്രകാശിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ നാമരൂപാത്മകമായ ദ്വൈതം അദ്വൈതാനുഭൂതിക്ക് തടസ്സമാണ് താനും. പലതിനെ കാണുന്ന ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നിനെ മാത്രം എങ്ങനെ കണ്ട് അതിനെ സാക്ഷാത്കരിക്കും? തിരിച്ചാവാം, ദോഷമില്ല. കാരണം ദ്വൈത പ്രപഞ്ചത്തിൽ അദ്വൈതമാണ് പ്രകാശിക്കുന്നത്, അവയ്ക്ക് ഉണ്മ നൽകിക്കൊണ്ട്. അപ്പോൾ നാമരൂപങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്വൈതം പ്രകാശിക്കുന്നതിന് ദോഷമില്ല. പക്ഷേ ഈ ദ്വൈതരൂപമായ പ്രപഞ്ചത്തിൽ അദ്വൈതത്തെ മാത്രം വിചാരം ചെയ്ത് അതിനെ സർവത്ര കാണുന്നത് എങ്ങനെ സാധ്യമാകും? നാമരൂപാത്മകമായ ദ്വൈതം അദ്വൈതാനുഭൂതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദ്വൈതവും അദ്വൈതവും ഒരുപോലെയാണ് എന്ന് നേരത്തെ പറഞ്ഞത് തെറ്റാവുമല്ലോ, അങ്ങനെ അങ്ങ് പറയാൻ പാടില്ലാത്തതായിരുന്നല്ലോ എന്നാണ് ഇവിടെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. അതിനെന്താണ് മറുപടി? നോക്കാം നമുക്ക് അടുത്ത പദ്യത്തിൽ. ഏവം തർഹി ശൃണുദ്വൈതം അസന്മായാമയത്വതഃ തേന വാസ്തവമദ്വൈതം പരിശേഷാദ് വിഭാസതേ. ഈ പറഞ്ഞതിൽ കഴമ്പുണ്ട്, പക്ഷേ അത് പൂർണ്ണമായി ശരിയല്ല. എന്താ? ഏവം തർഹി ശൃണു, ഇങ്ങനെയാണ് നിങ്ങളുടെ വാദം എങ്കിൽ കേട്ടോളൂ. മായാമയത്വതഃ ദ്വൈതം അസത്. മായാമയം എന്ന കാരണത്താൽ ദ്വൈതം അസത്താണ് എന്ന് പറഞ്ഞാൽ അവാസ്തവമാണ്. തേന പരിശേഷാത്, അതുകൊണ്ട് പരിശേഷത്താൽ, പരിശേഷം എന്ന് പറഞ്ഞാൽ ബാക്കി വരിക, അവശേഷിക്കുക എന്നർത്ഥം. എന്താണ് ഈ ബ്രഹ്മതത്വം? നാമരൂപങ്ങൾ പൂർണ്ണമായി മറഞ്ഞാൽ അനുഭവപ്പെടുന്നതാണ് അദ്വൈത സത്യം. അപ്പോൾ അത് ബാക്കി വരുന്നതാണ്. ആരോപിക്കപ്പെട്ടതിനെയൊക്കെ തള്ളിക്കളഞ്ഞാൽ എന്തവശേഷിക്കുമോ അതാണ് സദ്വസ്തു. അപ്പോൾ അത് ബാക്കി വരുന്നതാണ്. അദ്വൈതം വാസ്തവം വിഭാസത്തെ, അദ്വൈതം സത്യമായിട്ട് വാസ്തവമായിട്ട് പ്രകാശിക്കുന്നു. പ്രതീതമാണ് ദ്വൈതം. ദ്വൈതം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് സത്യമല്ല. ആ ദ്വൈത പ്രപഞ്ചത്തിലെ സത്യം എന്ന് പറയുന്നത് അദ്വൈതത്തിൻ്റെ സത്യമാണ്. നാമരൂപങ്ങൾ ഉള്ളതായി തീരാൻ കാരണം ആ നാമരൂപങ്ങൾ സത്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രകാശിക്കുന്നത്. സത്യത്തിൻ്റെ ഉണ്മയെ കടം വാങ്ങി ഉള്ളവയായി തീരുന്നു മായാകാര്യങ്ങൾ. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്രതീതമായ ദ്വൈതത്തിന് മായാമയത്വം നിമിത്തം വാസ്തവത്വമില്ല. എപ്പോഴും പ്രതീതി ഇല്ലെന്ന് സാരം. പ്രപഞ്ചം എപ്പോഴും അനുഭവപ്പെടാത്തതിന് കാരണം അതാണ്. സുഷുപ്തിയിലില്ല, ബോധാവസ്ഥയിലില്ല. കാരണം അത് വാസ്തവമല്ല. വാസ്തവമായിരുന്നു എങ്കിൽ എല്ലാ അവസ്ഥയിലും പ്രപഞ്ചം അനുഭവപ്പെടണമായിരുന്നു. ചിദ്രൂപമാകട്ടെ ഒരു കാലത്തും ഇല്ലാതാകുന്നില്ല. അതിനാൽ ദ്വൈതമില്ലാത്തപ്പോഴും പരിശേഷിക്കുന്നതായ ചിദ്രൂപമായ അദ്വൈതം വാസ്തവമായിട്ട് വിശേഷേണ വിളങ്ങുന്നു. അത് ബാക്കി വരുന്നതാണ്. ആരോപിക്കപ്പെട്ടതാണ് പ്രകടമാവുകയും പിന്നീട് മറയുകയും ചെയ്യുന്നത്. ഏതിലാണോ അധ്യാരോപം സംഭവിക്കുന്നത് ആ അധിഷ്ഠാന വസ്തു പ്രകടമാവുകയും പിന്നീട് മറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒന്നല്ല.
അത് എപ്പോഴും ഒരുപോലെ വിശേഷ രൂപത്തിൽ പ്രകാശിക്കുന്നതാണ്. ദ്വൈത നിഷേധത്താൽ അദ്വൈതം സിദ്ധിക്കുന്നതിനെയാണ് പരിശേഷം എന്ന് പറഞ്ഞത്. ദ്വൈതത്തെ നിഷേധിച്ചാണ്, ദ്വൈതത്തിൻ്റെ പൊള്ളത്തരം പിടികിട്ടുമ്പോഴാണ് അദ്വൈതം പ്രകാശിക്കുന്നത്, അദ്വൈതം അനുഭവപ്പെടുന്നത്. പക്ഷേ അദ്വൈതത്തെ നിഷേധിച്ചിട്ടല്ല ദ്വൈതം അനുഭവപ്പെടുന്നത്. ഈ വ്യത്യാസം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. അദ്വൈതത്തെ നിഷേധിക്കാതെയാണ് ദ്വൈതത്തെ നാം അനുഭവിക്കുന്നത്. എങ്ങനെ അറിയാം? ഉണ്ട് എന്നുള്ള അനുഭവമാണല്ലോ ഈ ദ്വൈത പ്രപഞ്ചത്തിൽ എമ്പാടും. ഉണ്മ അഖണ്ഡ ബോധത്തിൻ്റെയാണ്, അദ്വൈത സത്യത്തിൻ്റെയാണ്. ആ അദ്വൈത സത്യം ഈ മിഥ്യാരൂപമായ പ്രപഞ്ചവുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം സത്യമായി അനുഭവപ്പെടുന്നത്. അപ്പോ ദ്വൈതത്തിനോടുകൂടെ അദ്വൈതം ചേർന്ന് പ്രകാശിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ അദ്വൈതത്തോട് ചേർന്ന് ദ്വൈതം പ്രകാശിക്കാൻ പറ്റില്ല. ദ്വൈതത്തെ നിഷേധിക്കുമ്പോൾ മാത്രമാണ് അദ്വൈതം സിദ്ധിക്കുന്നത്. വാസ്തവത്തിൽ അദ്വൈതാനുഭവത്തിനുള്ള ഒരു തടസ്സമാണ് ഈ ദ്വൈതാനുഭവം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് മനസ്സിലാക്കുന്നു, പലതുണ്ട് എന്ന് കരുതുന്നു. അതാണ് ഒന്നായിരിക്കുന്ന ആ സത്യം അനുഭവപ്പെടാതിരിക്കാൻ കാരണം. നമുക്കിതിൻ്റെ സാരം വായിക്കാം. മായാവിലാസം ഹേതുവായി മൃഗതൃഷ്ണ എന്ന പോലെ തോന്നപ്പെടുന്ന ദ്വൈതത്തിന് സത്യത്വമില്ല. അതിനാൽ എപ്പോഴും ഇല്ലാത്തതാണ് ദ്വൈതം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ മാത്രമുള്ളത്. സുഷുപ്തിയിലില്ല, ജാഗ്രത്തിലും സ്വപ്നത്തിലും ദ്വൈതാനുഭവം ഉണ്ട്. ഒരവസ്ഥയിൽ ഇല്ലെങ്കിലും അത് ഇല്ലാത്തതിന് തുല്യമാണ്. എന്നാൽ ആത്മതത്വം മൂന്നവസ്ഥകളിലും മാറ്റം കൂടാതെ തുടരുന്നു. ചിലപ്പോൾ തോന്നൽ കൊണ്ട് പ്രതീതി ഉണ്ടാവുന്നു എന്ന് മാത്രം. ദ്വൈത പ്രപഞ്ചം സത്യമാണ് എന്നൊരു തോന്നലുള്ളത് കൊണ്ട് നമുക്കത് അനുഭവ വിഷയമാകുന്നു. എന്നാൽ അദ്വൈതമായ ചിന്മാത്രം അങ്ങനെയല്ല, എപ്പോഴും ഉള്ളതാണ്. ദ്വൈതത്തിൻ്റെ പ്രതീതി ഉള്ളപ്പോഴും അദ്വൈതത്തെയാണ് അനുഭവിക്കുന്നത്. എന്താ സംശയമുണ്ടോ? എന്ത് സംശയം? നാം ദ്വൈത പ്രപഞ്ചം എന്ന് കാണുന്നത് സത്യത്തിലാണ്, സത്യമാകുന്ന അധിഷ്ഠാനത്തിലാണ് മായ കൊണ്ടുണ്ടായ പ്രപഞ്ചം വാസ്തവമായി തീരുന്നത്. അപ്പോ ആ സത്യത്തിൻ്റെ അടിത്തറയില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് എന്ത് സത്യത്വം? പ്രപഞ്ചം വാസ്തവമായിട്ട് അനുഭവപ്പെടാൻ കാരണം അതിൻ്റെ പിന്നാമ്പുറത്ത്, അതിൻ്റെ പശ്ചാത്തലത്തിൽ, അതിൻ്റെ അധിഷ്ഠാനമായി ഒരു സത്യമുണ്ട്. ആ സത്യത്തിൻ്റെ സത്യത്വം പ്രപഞ്ചത്തിന് പകർന്നു കിട്ടുന്നത് കൊണ്ടാണ് പ്രപഞ്ചം സത്യമായി അനുഭവപ്പെടുന്നത്. അപ്പോൾ സത്യത്തെ കൂട്ടുപിടിക്കാതെ ഇവിടെ ദ്വൈതത്തിന് നിലനിൽപ്പില്ല. എന്നാൽ സത്യത്തിന് ദ്വൈതത്തിൻ്റെ കൂട്ടുപിടിക്കണമോ? വേണ്ട. വാസ്തവത്തിൽ ദ്വൈതത്തിൻ്റെ സഹായം ആവശ്യമില്ലെന്ന് മാത്രമല്ല, ദ്വൈതത്തെ അപ്പാടെ തള്ളിക്കളയുമ്പോഴാണ് അദ്വൈതം അതിൻ്റെ പൂർണ്ണ തോതിൽ പ്രകാശിക്കുന്നത്. ദ്വൈതത്തിൻ്റെ പ്രതീതി ഉള്ളപ്പോഴും അദ്വൈതത്തെയാണ് അനുഭവിക്കുന്നത്. പക്ഷേ അത് അദ്വൈതമാണ് നമ്മൾ അനുഭവിക്കുന്നത്, ബ്രഹ്മത്തെയാണ് എന്നറിയുന്നില്ല. ആ ഒരു ദോഷമേ ഉള്ളൂ. ആ അറിവില്ലായ്മയാണ് നമ്മുടെ ഉള്ളിൽ സർവ കുഴപ്പവും ഉണ്ടാക്കുന്നത്. നാം അറിയുന്നതൊക്കെ ബ്രഹ്മത്തെയാണ്. ഇത് മായാമയമായതല്ലേ? ആയിക്കോട്ടെ, ഈ മായ എവിടെ നിൽക്കുന്നു? മായാ കാര്യങ്ങളാണ് നാമരൂപങ്ങൾ. ഈ നാമരൂപങ്ങളെ ഉള്ളതാക്കി തീർക്കുന്നത് ഈ സത്യത്തിൻ്റെ പ്രകാശമല്ലേ? അപ്പോൾ സത്യത്തോട് കൂടി ചേരാതെ പ്രപഞ്ചം എങ്ങനെ വാസ്തവമായി അനുഭവപ്പെടും? പക്ഷേ എന്തു ചെയ്യാം? നാം സത്യത്തെയാണ് കാണുന്നത് എന്നുള്ള സത്യം അറിയുന്നില്ല. ദ്വൈതത്തെ നിരസിക്കുമ്പോൾ അദ്വൈത ചിന്മാത്രം സാർവത്രികമായി പ്രകാശിക്കുന്നുവെന്ന് ബോധ്യമാവുകയും ചെയ്യും. അദ്വൈത ചിന്മാത്രത്തെ നിരസിക്കാൻ സാധ്യമല്ലാത്തതിനാൽ ദ്വൈതം അസത്യമെന്നും അദ്വൈതം സത്യമെന്നും വ്യക്തവുമാണ്. എന്തിനെ നമുക്ക് തള്ളിക്കളയാമോ, മാറ്റി നിർത്താമോ, ഒഴിവാക്കാൻ പറ്റുമോ? അത് കള്ളം. ഒഴിവാക്കാൻ പറ്റാത്തതായിട്ട്, തള്ളിക്കളയാൻ പറ്റാതെ, എല്ലായിടത്തും തൻ്റെ അസ്തിത്വത്തെ
സദാ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അദ്വൈത സത്യം. അദ്വൈതത്തെ വിട്ട് അനുഭവം തന്നെ ഇല്ല. ദ്വൈതാനുഭവം പോലും നിൽക്കുന്നത് അദ്വൈത ബ്രഹ്മത്തിലാണ്, അഖണ്ഡ ബോധത്തിലാണ്. ഈ ദ്വൈത പ്രപഞ്ചം മുഴുവൻ ജഡങ്ങൾ നിറഞ്ഞതാണല്ലോ. ജഡപ്രപഞ്ചത്തെയാണല്ലോ നാം അനുഭവിക്കുന്നത്. ഈ ജഡപ്രപഞ്ചത്തെ അനുഭവിക്കുന്ന നമ്മൾ ജഡമാണോ? ജഡത്തിന് ജഡത്തെ അനുഭവിക്കാൻ പറ്റുമോ? സാധ്യമല്ല. ജഡത്തെ അനുഭവിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ നാം ജഡമല്ല. ജഡമല്ല എന്ന് പറഞ്ഞാൽ ചിത്താണ്, ചൈതന്യമാണ് എന്നർത്ഥം. അപ്പോ ഈ ചൈതന്യം അംഗീകരിക്കാതെ ഇവിടെ എന്താണ് ഉള്ളതായിത്തീരുക? ഒന്നിനും സ്വതവേ ഉണ്മയില്ല. ബോധം അതിനെ അറിഞ്ഞ് അംഗീകരിച്ച് ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ ഇവിടെ എന്തും ഉള്ളതാവുകയുള്ളൂ. ബോധത്തിന്റെ അംഗീകാരം വേണം, ബോധത്തിന്റെ സമ്മതം വേണം. അത് ഉണ്ട് എന്ന് അനുഭവിക്കണം, എങ്കിലേ ഇവിടെ എന്തും ഉള്ളതായിട്ടുള്ളൂ. അപ്പോ പറയൂ, ഈ ദ്വൈതമോ സത്യം, അദ്വൈതമോ സത്യം? അദ്വൈതമാണ് സത്യം. ദ്വൈതത്തെ പൂർണ്ണമായി തള്ളിക്കളയാമെങ്കിൽ അദ്വൈതം അതിൻ്റെ ഉജ്ജ്വല പ്രകാശത്തിൽ നമ്മുടെ ഉള്ളിൽ തെളിയും. വാസ്തവത്തിൽ അദ്വൈതം ഈ ദ്വൈത ഭാവനയാൽ കളങ്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. മങ്ങുന്നു, ആ സത്യത്തിൻ്റെ പ്രകാശം അല്പം മങ്ങുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ആ തടസ്സം നീക്കിക്കളയാമെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ സത്യം പ്രകാശിക്കുക തന്നെ ചെയ്യും. നമുക്ക് അടുത്ത പദ്യം വായിക്കാം. 246 പദ്യം. അചിന്യരചനാരൂപം മായൈവ സകലം ജഗത് ഇതി നിശ്ചിത്യ വസ്തുത്വം അദ്വൈതേ പരിശിഷ്യതാം. ഇങ്ങനെ യുക്തിയിലൂടെ നമ്മുടെ ബുദ്ധിക്ക് ഒരു തെളിച്ചമുണ്ടാകണം. എന്തിനെക്കുറിച്ച്? സത്യത്തെക്കുറിച്ച്. അദ്വൈതമായ ആ പരമാത്മ വസ്തുവിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നമ്മുടെ ബുദ്ധിയിൽ ആദ്യം രൂപപ്പെടണം. അതാണ് ആദ്യപടി. അചിന്ത്യരചനാരൂപം സകലം ജഗത് മായാ ഏവ. ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലിരിക്കുന്ന അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, സകല ജഗത്തും മായ തന്നെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തത്, ബോധം അംഗീകരിച്ചാൽ മാത്രം ഉള്ളതായി തീരുന്നത്. ഇത് നിശ്ചിത്യ എന്ന് തീരുമാനിച്ചിട്ട് വസ്തുത്വം അദ്വൈതേ പരിശിഷ്യതാം. വാസ്തവം അദ്വൈതത്തിൽ പരിശീലിപ്പിക്കപ്പെട്ടാലും എന്ന് പറഞ്ഞാൽ അദ്വൈതമാണ് പരമമായ സത്യം എന്ന് തീരുമാനിക്കണം. ആ ഒരു നിശ്ചയത്തിൽ എത്തിച്ചേരണം മനുഷ്യബുദ്ധി. സത്തോ അസത്തോ ഉഭയാത്മകമോ എന്നുള്ള നിരൂപണത്തെ സഹിക്കാത്ത വിധത്തിൽ കാണപ്പെടുന്ന സകല ജഗത്തും മായ തന്നെ എന്നുറയ്ക്കുക. ഈ പ്രപഞ്ചത്തെ സത്യമെന്നോ അസത്യമെന്നോ, സത്യവും അസത്യവും ഇടകലർന്നത് എന്നോ ഒന്നും തീരുമാനിക്കാൻ പറ്റാതെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇത് മായയാണ് എന്നങ്ങ് തീരുമാനിക്കണം, നിശ്ചയിക്കണം. സത്യമായി അവശേഷിക്കുന്ന വസ്തു അദ്വൈതമാണെന്നും നിശ്ചയിച്ചു കൊള്ളുക. സത്യമായിട്ടുള്ളത് ബോധം മാത്രമാണ്, ചൈതന്യം മാത്രമാണ് എന്നും തീരുമാനിക്കണം. ഇതാണ് നാം ഓരോരുത്തരും എത്തിച്ചേരേണ്ട നിശ്ചയം. ഇന്ന പ്രകാരത്തിൽ ഉണ്ടായി എന്നോ ഇന്ന പ്രകാരത്തിൽ നിലനിൽക്കുന്നുവെന്നോ ബോധിക്കാൻ കഴിയാത്ത ജഗത്ത് മുഴുവൻ മായയാണെന്ന് ബോധിക്കാൻ എന്താണ് വിഷമം? ഇതിൻ്റെ രഹസ്യം പിടികിട്ടുകയില്ല. കൊലകൊമ്പന്മാർക്ക് പോലും ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കാൻ സാധ്യമല്ല. കാരണം ഇതൊരു ഇന്ദ്രജാലമാണ്. പുറമേ നിന്ന് അന്വേഷിക്കുന്നവർക്ക് ഇതിൻ്റെ രഹസ്യം ഒരിക്കലും പിടികിട്ടാൻ പോകുന്നില്ല. ബാലകൃഷ്ണൻ നായർ സാർ അതാണ് പറയുന്നത്. പുറമേ നിന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം ആർക്കും പിടികിട്ടുകയില്ല. ഏത് ചിന്തകനും തുന്നം പാടേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിനെ മായ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്വരൂപം എന്താണ്, ഇതിൻ്റെ ഉത്പത്തി, സ്ഥിതി, ലയം, ഇതൊന്നും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇത് മായയാണെന്ന് തീരുമാനിക്കപ്പെടണം. വാസ്തവത്തിൽ ഇങ്ങനെ മായയാണെന്ന് ബോധിക്കാൻ അല്പം പോലും
വിഷമമില്ല. അങ്ങനെ നിശ്ചയിച്ചു. പരമാർത്ഥ വസ്തുവായിട്ടിരിക്കുന്നത് അദ്വൈത ചിദ്രൂപം മാത്രമാണെന്ന് ബോധിക്കുമ്പോൾ ദ്വൈത പ്രതീതി കേവലം നീങ്ങി അദ്വൈത തന്മാത്രം പ്രകാശിക്കും. ഇങ്ങനെ ക്രമേണ ദ്വൈതത്തിൻ്റെ മായാമയത്വത്തെ ബുദ്ധിയിൽ ഉറപ്പിച്ച് ഇത് കള്ളമാണ്, വെറും തോന്നലാണ്, പ്രതീതിയാണ്, ഇതിൻ്റെ അധിഷ്ഠാനമായി ഒരു സദ്വസ്തുവുണ്ട്, അത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് നിരന്തരം മനനം ചെയ്ത് ആ സത്യത്തെ ബുദ്ധി അംഗീകരിച്ചു കഴിഞ്ഞാൽ ക്രമേണ ഈ ദ്വൈത പ്രതീതി മുഴുവൻ നീങ്ങുകയും അവസാനം ആ അദ്വൈത സത്യം പ്രകാശിക്കുകയും ചെയ്യും. 247 പദ്യം വായിക്കാം. പുനർദ്വൈതസ്യ വസ്തുത്വം ഭാതി ചേത്വം തഥാ പുനഃ പരിശീലയ കോവാത്ര പ്രയാസസ്തേന തേ വദ. ദ്വൈതേന ഹീനം അദ്വൈതം ഇദം തു ദ്വൈതജ്ഞാനേ കഥം. അല്ല, അത് നമ്മൾ വായിച്ചതാണ്. ഇപ്പോൾ വായിച്ചതിൻ്റെ അർത്ഥം വായിക്കാം. പുനഃ ദ്വൈതസ്യ വസ്തുത്വം, പിന്നെയും ദ്വൈതം വാസ്തവമാണ്, അല്ലെങ്കിൽ യഥാർത്ഥമാണ്, സത്യമാണ്. ഭാതി ചെയ്ത്, അതായത് ഈ അദ്വൈതമാണ് സത്യം എന്ന് പല പ്രാവശ്യം മനനം ചെയ്ത് ബുദ്ധിയിൽ ഉറപ്പിച്ചാലും പിന്നെയും നാം വിഷയങ്ങളുമായി വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ദ്വൈതം സത്യമാണ് എന്ന് തോന്നുമല്ലോ എന്നൊരാൾ ചോദിക്കുകയാണ്. കണ്ണെതിരെ പ്രകാശിക്കുന്നതിനെ നമുക്കില്ലെന്ന് തള്ളിക്കളയാൻ പറ്റുമോ? ഇതേ ചോദ്യമാണ് ചൂടാലയോട് ശിഖിധ്വജൻ ചോദിച്ചത്. എൻ്റെ പ്രിയെ, കാണപ്പെടുന്ന ഈ നാമരൂപങ്ങളെ ഇല്ല എന്ന് തീരുമാനിച്ച് കാണപ്പെടാത്ത ഒരു സത്യമാണ് ഇതെല്ലാമായി പ്രകാശിക്കുന്നത് എന്ന് ഞാൻ എങ്ങനെ അംഗീകരിക്കും? കാണപ്പെടുന്നതിനെ ആരെങ്കിലും തള്ളിക്കളയുമോ? കാണപ്പെടുന്നതിനെ തള്ളിക്കളഞ്ഞിട്ട് കാണപ്പെടാത്ത ഒന്നിനെ ബുദ്ധിയുള്ളവർ ആരെങ്കിലും അംഗീകരിക്കുമോ? ഈ ചോദ്യമാണ് ചൂടാലയോട് ശിഖിധ്വജൻ ചോദിച്ചത്. നാമരൂപങ്ങൾ വ്യക്തമായി നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നു. നിറം, മണം, ആകൃതി, ഇങ്ങനെ പല ഗുണങ്ങളുമുണ്ട്. അവയൊക്കെ മാറ്റി നിർത്തി ഇവയ്ക്കെല്ലാം അതീതമായി ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന് ഒക്കെ അഗോചരമായി നിൽക്കുന്ന ആ സത്യത്തെ എങ്ങനെ പരിശീലിക്കും? അതുപോലെ തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. ഈ ദ്വൈതത്തെ പിന്നെയും സത്യമാണ് എന്ന് ഞാൻ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അനുഭവിക്കും. അങ്ങനെ അത് പ്രകാശിക്കുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ബുദ്ധിയിൽ അദ്വൈതം ഉറച്ചു, സമ്മതിച്ചു. പക്ഷേ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും മുമ്പിൽ ഈ പ്രപഞ്ചം പണ്ടത്തെ പോലെ വാസ്തവം എന്ന് തന്നെയാണല്ലോ തോന്നുന്നത്. പിന്നെ ബുദ്ധിയിൽ മാത്രം ഉറച്ചിട്ട് എന്ത് കാര്യം? നല്ല ചോദ്യമാണ്, ഗംഭീര ചോദ്യമാണ്, വളരെ പ്രസക്തമായതാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യവുമാണ്. അപ്പോൾ വിദ്യാരണ്യ സ്വാമികൾ പറയുന്നത്, ഈ ദ്വൈതം പിന്നെയും നിങ്ങൾക്ക് സത്യം പോലെ തോന്നുന്നുവെങ്കിൽ അതിനൊരു മറുമരുന്നുണ്ട്. അതെന്താണ്? ബുദ്ധി കൊണ്ട് ഒക്കെ ബ്രഹ്മമാണ് എന്ന് തീരുമാനിച്ചുറച്ചിരിക്കുന്നു. പക്ഷേ കണ്ണ്, കാത് തുടങ്ങിയവയൊക്കെ തുറന്നിരിക്കുകയാണ്. ശബ്ദം കേൾക്കുന്നു, രൂപം കാണുന്നു. രൂപത്തെ കാണുമ്പോൾ സുന്ദരം, വിരൂപം ഇങ്ങനെയൊക്കെ തോന്നുന്നു. സുന്ദരമായതിനോട് ഒരു അടുപ്പം, ഇഷ്ടം തോന്നുന്നു. വിരൂപമായതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു പ്രവണത ഉള്ളിലുണ്ടാകുന്നു. പിന്നെ ഈ ബുദ്ധിയിൽ മാത്രം പ്രകാശിക്കുന്ന അറിവ് അല്ലെങ്കിൽ അദ്വൈത ജ്ഞാനം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ, സുഹൃത്തെ, നിങ്ങൾക്ക് പിന്നെയും ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള വിചാരമാണോ ഉള്ളിലുണ്ടാകുന്നത്? അതിനൊരു വഴി പറഞ്ഞു തരാം. ത്വം തഥാ പുനഃ പരിശീലയ. ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഈ പ്രപഞ്ചം സത്യമാണ്, ഇതിലുള്ള പലതും തന്നെ ആകർഷിക്കുന്നു, തൻ്റെ സമനില നശിപ്പിക്കുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ആ വേളകളിലൊക്കെ വീണ്ടും ഈ പ്രപഞ്ചം മിഥ്യയാണ്, അഖണ്ഡ ബോധമാണ് സത്യം എന്ന് ചിന്തിക്കൂ. പിന്നെയും ചിന്തിക്കൂ. ത്വം തഥാ പുനഃ പരിശീലയ. നീ അപ്രകാരം പിന്നെയും പരിശീലിക്കൂ. അല്ല, പരിശീലിച്ചല്ലോ, പരിശീലിച്ച് ബുദ്ധിക്ക് ഉറപ്പ് വന്നല്ലോ. ഉറപ്പ് വന്നു, പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. ബുദ്ധിക്ക് സർവം ബ്രഹ്മമയം എന്നുള്ള കാര്യം ഉറപ്പ് വന്നു എങ്കിൽ പണ്ടത്തെ പോലെ ഈ ദ്വൈത പ്രപഞ്ചം സത്യമായി നിങ്ങളുടെ മുന്നിൽ പ്രകാശിക്കുകയില്ല.
ഇത് തന്നെ ഒരു രീതിയിലും സ്വാധീനിക്കുകയില്ല. പക്ഷെ നീ പറയുന്നത് എന്താണ്? ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സ് ചലിച്ചു പോകുന്നു, വീണ്ടും ഇതൊക്കെ സത്യം, ഇതൊക്കെ അനുഭവിക്കാനുള്ളതാണ്, എനിക്ക് പലതും വേണം, അനുഭവിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ വീണ്ടും ഈ അദ്വൈതത്തെ ഉറപ്പിക്കൂ, പരിശീലിക്കൂ. വേറെ എന്താ മാർഗം? തേന അത്ര കോവാ പ്രയാസഃ വദ. ഇങ്ങനെ ഈ അദ്വൈത സത്യത്തെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന കാര്യത്തിൽ നിനക്ക് എന്ത് പ്രയാസമാണ് ഉണ്ടാവുക? 10 പൈസയുടെ ചെലവില്ല, ശരീരത്തിന് ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യവുമില്ല. എവിടെയൊക്കെ നിന്റെ മനസ്സ് പതറിപ്പോകുന്നുവോ, എപ്പോഴൊക്കെ ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള വിചാരം നിന്റെ ഉള്ളിൽ ഉദിക്കുന്നുവോ, അപ്പോഴൊക്കെ ഇത് മിഥ്യയാണ് എന്നും ഇതിൻ്റെ അധിഷ്ഠാനമായി ഒരു സദ്വസ്തു ഉണ്ടെന്നും അതിലെ കേവലം ഭ്രമം മാത്രമാണ് ഈ പ്രപഞ്ചം എന്നും വീണ്ടും വീണ്ടും പരിശീലിക്കൂ, ആവർത്തിച്ച് ചിന്തിക്കൂ. തച്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം. ഇതല്ലേ കൃഷ്ണനും ഗീതയിൽ പറയുന്നത്. ഈ അദ്വൈത സത്യം ഉള്ളിൽ പാറ പോലെ ഉറയ്ക്കുന്നത് വരെ ഈ വിചാര പ്രക്രിയ, മനന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കൂ. അങ്ങനെ തുടർന്നാൽ ഒരു ഘട്ടം വരും ഒന്നുകൊണ്ടും ചലിക്കാത്ത മനസ്സിന്റെ ഉടമയായി തീരും നീ. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും നിന്റെ മനസ്സിനെ അല്പം പോലും ചലിപ്പിക്കുകയില്ല. ആ ഒരു ഘട്ടം വന്നാൽ ഈ തത്വവിചാരം വേണ്ടാന്ന് വയ്ക്കാം. പക്ഷേ ആ ഒരു അവസ്ഥ എത്തുന്നത് വരെ നീ തത്വമനനം അല്ലെങ്കിൽ തത്വവിചാരം തുടരുക തന്നെ വേണം. അദ്വൈതം സത്യമാണെന്ന് തോന്നിയാലും പൂർവവാസന നിമിത്തം പിന്നെയും ദ്വൈതപ്രതീതി ഉണ്ടാകുന്നുവെങ്കിൽ മുമ്പേ പറഞ്ഞ വിധത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അഭ്യസിക്കുക. ബ്രഹ്മസൂത്രത്തിൽ ഒരു സൂത്രമുണ്ട്, ആവൃത്തി രസകൃത് ഉപദേശാത്. ആ സൂത്രം കൊണ്ട് വ്യാസമഹർഷി എന്താ പറയുന്നത്? ആത്മാവിനെ കുറിച്ചുള്ള ശ്രവണ മനന നിധിധ്യാസനാദികളെ അടിക്കടി ആവർത്തിച്ചു കൊണ്ടിരിക്കണം എന്ന് ഭഗവാൻ വ്യാസമുനി ബ്രഹ്മസൂത്രം 4-ാം അധ്യായത്തിലെ 1-ാം പാദത്തിലെ 1-ാം സൂത്രത്താൽ ഉപദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ പരിശീലിക്കുവാൻ എന്തൊരു അധ്വാനമാണുള്ളത് എന്ന് പറയുക. ഇതിൽ എന്താ പ്രയാസം? കൃഷ്ണൻ അതല്ലേ ചോദിച്ചത്, സുസുഖം കർത്തും അവ്യയം. അർജുന, നീ ഈ ആയാസമുണ്ടാക്കുന്ന ശരീരത്തെയും മനസ്സിനെയും തളർത്തുന്ന യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നു. ഒരു പ്രയാസവുമില്ലാതെ അനായാസമായി ഒരു പൂ പൊട്ടിക്കുന്ന അത്രയും പ്രയാസം പോലും ഇല്ലാതെ ഈ സത്യത്തെ ഉള്ളിൽ നിരന്തരം മനനം ചെയ്യാമെന്നിരിക്കെ അത് പ്രയാസമാണ് എന്നെന്തിനു കരുതുന്നു? അദ്വൈതം ശീലിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അനായാസമായ ഒരു കാര്യമാണ്, ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് ആവർത്തിച്ച് ഈ സത്യത്തെ മനനം ചെയ്യുക തന്നെ വേണം. വീണ്ടും ദ്വൈതപ്രതീതി ഉണ്ടാകുന്നുവെങ്കിൽ പിന്നെയും മുൻപോലെ തന്നെ പരിശീലിച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ കാലം കൊണ്ടെങ്കിലും ദ്വൈതപ്രതീതി കേവലമടങ്ങുമെന്നതിന് സംശയമില്ല. അതിനെന്താണ് വിഷമം? ഒരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ല. വളരെ ലളിതം. ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്ന പോലെ വളരെ ലളിതം. അല്ല സാറേ, ഞങ്ങൾക്കിത് മറന്നു പോകുന്നു, ഇതാണ് പരാതി. ഈ നാമരൂപങ്ങളെ കണ്ടിട്ട് നമ്മുടെ മനസ്സ് അതിൽ പായുകയാണ്, മോഹിച്ചു പോവുകയാണ്. എന്താ രക്ഷ? അങ്ങനെ മോഹിച്ചു പോകുന്ന വേളകളിൽ ഈ സത്യത്തെ വീണ്ടും ചിന്തിക്കൂ. പ്രപഞ്ചത്തിൻ്റെ നശ്വരതയും മിഥ്യാത്വവുമൊക്കെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തട്ടെ. സത്യം ഒരു മധ്യാഹ്ന സൂര്യനെ പോലെ ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കട്ടെ ആ ഹൃദയാകാശത്തിൽ. പിന്നെ ഈ മോഹമൊന്നും നമ്മെ ഒന്നും ചെയ്യുകയില്ല. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. കിയന്തം കാലവിദിജേത് ഖേദോയം ദ്വൈതയിഷ്യതാം അദ്വൈതേതുന യുക്തോയം സർവ അനർത്ഥ നിവാരണാത്. അപ്പോഴും അടുത്ത ചോദ്യം എന്താണ്? അയം ഖേദഃ കിയന്തം കാലം. ഇങ്ങനെ എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും വിഷയങ്ങളിലേക്ക് പതിക്കുകയും ഞാൻ അപ്പോഴൊക്കെ വീണ്ടും അദ്വൈതത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നത് ഇതൊരു മെനക്കെട്ട പരിപാടിയല്ലേ? ഈ ദുഃഖത്തെ ഞാൻ എത്ര കാലം സഹിക്കണം? അദ്വൈതം ശീലിക്കുന്നതേ ഒരു വലിയ ദുഃഖമായിട്ട്, ഒരു വലിയ ഭാരമായിട്ട് തോന്നുകയാണ്.
ആർക്ക്? ഈ അജ്ഞാനികൾക്ക്. അപ്പോ എത്ര കാലം ഈ ദുഃഖം അനുഭവിച്ചു കഴിയണം എന്ന് പറഞ്ഞാൽ അദ്വൈതം ശീലിക്കുന്നത് തന്നെ ഇയാളെ സംബന്ധിച്ച് വലിയ ദുഃഖമാണ്. അപ്പോ ഇതിനൊരു അവസാനമില്ലേ? എത്ര കാലം ശീലിക്കണം എന്ന് ഇത് ചെയ്ത് എന്നാണെങ്കിൽ, ഈ ദുഃഖം എത്ര കാലത്തേക്ക് അനുഭവിക്കണം എന്നാണെങ്കിൽ, ദ്വൈതേ ഇഷ്യത, ക്ലേശം എന്നുള്ളത് ദ്വൈതത്തിലാണെന്ന് നീ നല്ലതുപോലെ മനസ്സിലാക്കണം. പ്രയാസം എപ്പോഴും ദ്വൈതത്തിലാണ്, അദ്വൈതത്തിൽ ഒരു പ്രയാസവും ഇല്ല. അദ്വൈതേതു അയം ന യുക്തഃ, അദ്വൈതത്തിൽ ഈ ക്ലേശം, പ്രയാസം, ബുദ്ധിമുട്ട്, വിഷമം ഈ വാക്കുകൾക്കൊന്നും സ്ഥാനമില്ല. എന്തുകൊണ്ട്? സർവ അനർത്ഥ നിവാരണ, സകല അനർത്ഥങ്ങളുടെയും നിവാരണം ഉണ്ടാക്കുന്നതാണ് അദ്വൈത ചിന്ത. ആ അദ്വൈതം ശീലിക്കുന്നത് അങ്ങേയറ്റം സുഖജനകമാണ്. വലിയ സുഖത്തെ, ഉൾക്കുളിർമ അണയ്ക്കുന്നതാണ് തത്വവിചാരം. അത് പ്രയാസമാണെന്ന് നീ പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? ഇതിനേക്കാളും എളുപ്പമുള്ള കാര്യമില്ലല്ലോ കുഞ്ഞെ. ദ്വൈതത്തിലാണ് നിന്റെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ. അദ്വൈതം ആനന്ദസ്വരൂപമായ സത്യമാണ്. അതിനെ സ്മരിക്കുന്നത് തന്നെ പരമാനന്ദം ഉള്ളിൽ ജനിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദുഃഖത്തെ ഞാനിനി എത്രയും കാലം സഹിക്കണം, എത്ര കാലം ഇതിനെ, ഈ അഭ്യാസത്തെ തുടരണം എന്നൊക്കെയുള്ള നിന്റെ ചോദ്യത്തിന് ഒരു കഴമ്പുമില്ല. എത്ര കാലം ഇങ്ങനെ വിചാരം ചെയ്തുകൊണ്ട് ദുഃഖിക്കണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ദ്വൈതത്തെക്കുറിച്ചാണ് ഈ ചിന്തയുണ്ടാകേണ്ടത്. എത്ര കാലം ഞാൻ ഈ ദ്വൈതാനുഭവത്തിൽ കറങ്ങിക്കൊണ്ട് കഴിയണം എന്ന് ചിന്തിക്കൂ. അല്ലാതെ എത്ര കാലം ഞാൻ ഈ അദ്വൈതം പരിശീലിക്കണം എന്ന് ചിന്തിക്കരുത്. ദൈവമേ, എത്ര കാലം ഞാൻ ഇനി ദ്വൈത പ്രപഞ്ചത്തിൽ, ഈ ഇല്ലാത്ത മായാമയമായ ലോകത്തെ സത്യമെന്ന് കരുതി കഴിയണം? അതിന് എത്ര കാലം, ഇതെന്നാണെന്ന് ഒടുങ്ങിക്കിട്ടുക എന്ന് ചിന്തിക്കൂ. അല്ലാതെ എത്ര കാലം ഞാൻ ഈ അദ്വൈതത്തെ പരിശീലിക്കണം, എത്ര കാലം ഞാൻ മനനം തുടരണം, ഇങ്ങനെ ആവരുത് നിന്റെ ചിന്ത. എന്തുകൊണ്ടെന്നാൽ ദ്വൈത ചിന്താ ക്ലേശത്തിന് അവധിയില്ല. ദ്വൈതത്തിലാണ് അനാവശ്യമായ ചിന്തയും ക്ലേശവും വിഷമവും ഒക്കെ. അദ്വൈത ചിന്തയിലാകട്ടെ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നതോടുകൂടി വിചാരക്ലേശം മാത്രമല്ല, വിചാരത്തിന് വലിയ ക്ലേശമൊന്നുമില്ല. ഇനി എന്നാലും അങ്ങനെ വിചാരത്തിനൊരല്പം ക്ലേശമുണ്ടെങ്കിൽ പോലും ജന്മജരാമരണാദികളായ സർവ അനർത്ഥങ്ങളും അവസാനിക്കുന്നു. എപ്പോ? ആത്മസാക്ഷാത്കാരത്തിൽ. ആകയാൽ അദ്വൈത വിചാരം ക്ലേശാവഹമാണെന്ന് തോന്നുന്നത് യുക്തമല്ല. എത്ര കാലമാണ് പറയപ്പെട്ട അഭ്യാസത്തെ ചെയ്ത് ക്ലേശിക്കേണ്ടത് എന്നാണെങ്കിൽ, ദ്വൈതത്തിന്റെ വിസ്മരണം വരാത്തത് കൊണ്ടാണ് ക്ലേശം അനുഭവപ്പെടുന്നത്. അദ്വൈതത്തെ അഭ്യസിക്കുന്നതിലല്ല വിഷമം, അവിടെയല്ല നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ദ്വൈതത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നില്ല, ദ്വൈതത്തിന്റെ മിഥ്യാത്വം നമുക്ക് ഉറപ്പുവരുന്നില്ല. അതാണ് ശരിക്കുള്ള ക്ലേശം. എല്ലാവിധ ദുഃഖങ്ങൾക്കും നിദാനമാണ് ദ്വൈതം. അതുപോലെ എല്ലാവിധ ദുഃഖങ്ങളുടെയും ആത്യന്തിക നിവൃത്തിക്കും സുഖപ്രാപ്തിക്കും അദ്വൈതവും നിദാനമാണ്. ദുഃഖങ്ങളുടെ മൂലകാരണം ദ്വൈത ചിന്തയാണ്. ദ്വൈതം സത്യമാണ് എന്നുള്ള വിചാരമാണ്. ദ്വൈതം മിഥ്യയാണ്, ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നുള്ള ചിന്തയാണ് ആത്യന്തികമായ ദുഃഖമോചനത്തിനും സുഖപ്രാപ്തിക്കും കാരണം. ദ്വൈതബോധം നീങ്ങി ആത്മചൈതന്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ ജന്മജരാമരണാദി ദുഃഖങ്ങൾ പോലും നീങ്ങുന്നു എന്നതാണ് പരമാർത്ഥം. ആ സ്ഥിതിക്ക് അദ്വൈതാഭ്യാസത്തിൽ എങ്ങനെ ക്ലേശമുണ്ടാവും? ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുകയേ ചെയ്യരുത്. ഏത്? ഈ തത്വവിചാരം. അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. ക്ഷുത്പിപാസാദയോ ദൃഷ്ട യഥാ പൂർവം മയീതി ചേത് മച്ഛബ്ദവാച്യേഹങ്കാരേ ദൃശ്യതാം നേതി കോ വദേത്. അപ്പോഴും പിന്നെയും നമുക്ക് ചോദ്യം ചോദിക്കാനുണ്ടാകും. ഈ തത്വബോധം ഉറപ്പ് വന്നെങ്കിലും ശരീരത്തിലുള്ള ഈ വിശപ്പും ദാഹവും ഒക്കെ പണ്ടത്തെ പോലെ തന്നെ ഉണ്ടാവില്ലേ? ക്ഷുത്പിപാസാദയഃ മയി യഥാപൂർവം ദൃഷ്ടാഃ. വിശപ്പ്, ദാഹം തുടങ്ങിയവ എന്നിൽ മുമ്പത്തെ പോലെ തന്നെ കാണപ്പെടുന്നല്ലോ എന്നാണെങ്കിൽ അത് മാറി കിട്ടുന്നില്ലല്ലോ. തത്വബോധം ഉറപ്പുവരുന്നതോടുകൂടി വിശപ്പില്ല, ദാഹമില്ല, ശരീരത്തിൽ വേദനയില്ല, രോഗമില്ല എന്നൊക്കെ സംഭവിക്കുമെങ്കിൽ കൊള്ളാം. പക്ഷേ വിശപ്പ്, ദാഹം, ദേഹത്തിൽ വേദന, അസുഖം ഇതൊക്കെ പണ്ടത്തെ പോലെ തന്നെ കാണപ്പെടുന്നുണ്ടല്ലോ
പിന്നെ എന്തിന് ഈ തത്വവിചാരം എന്ന് ചോദിച്ചാൽ ഇത് ചെയ്ത് എന്നാണെങ്കിൽ മച്ഛബ്ദവാച്യേ അഹങ്കാരേ ദൃശ്യത, ഞാനെന്ന ശബ്ദത്തിന്റെ വാച്യാർത്ഥമായ അഹങ്കാരത്തിൽ കണ്ടുകൊള്ളുക. ഏതിനെ? ഈ വിശപ്പദാഹം തുടങ്ങിയവയെ. അതൊന്നും ആത്മാവിലില്ല. ഞാൻ എന്ന അഹങ്കാരത്തിന്റെ, ഞാൻ എന്ന ശബ്ദത്തിന്റെ വാച്യാർത്ഥം എന്ന് പറയുന്നത് വ്യക്തിത്വം, അഹങ്കാരമാണ്. ആ അഹങ്കാരത്തിനാണ്, അല്ലെങ്കിൽ ഞാൻ ബോധം, അതിനാണ് വിശപ്പ്, ദാഹം, വേദന തുടങ്ങിയ അനുഭവങ്ങൾ. കൂടസ്ഥ ചൈതന്യമായ ആത്മാവിനല്ല. ഞാൻ ആത്മാവാണ് എന്ന് ഉറപ്പ് വരുന്നതോടുകൂടെ ഈ വിശപ്പ്, ദാഹം, രോഗം തുടങ്ങിയവയൊക്കെ പണ്ട് എങ്ങനെ നമ്മെ ബാധിച്ചിരുന്നുവോ അതിൻ്റെ എത്രയോ ഒരു ചെറിയ ശതമാനമേ നമ്മെ ബാധിക്കുകയുള്ളൂ. നമുക്ക് ഈ ദേഹവുമായിട്ടൊക്കെ താതാത്മ്യമുള്ളത് കൊണ്ടാണ് അവയൊക്കെ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായി തോന്നുന്നത്. അപ്പോൾ അഹങ്കാരത്തിൽ കണ്ടുകൊള്ളുക. നൈതി കഹാവതേത്, അങ്ങനെ അല്ല എന്ന് ആര് പറയും? ഏത് തത്വജ്ഞാനിയും ഈ അഭിപ്രായത്തോട് യോജിക്കുമല്ലോ എന്നാണ്. ആത്മതത്വ സാക്ഷാത്കാരം സിദ്ധിച്ച എന്നിൽ വിശപ്പ്, ദാഹം മുതലായ ദുഃഖങ്ങൾ മുമ്പത്തെ പോലെ ഉള്ളത് കൊണ്ട് അദ്വൈത സാക്ഷാത്കാരത്താൽ സർവാനർത്ഥങ്ങളും നശിക്കും എന്നതിനെ സമ്മതിക്കാൻ തരമില്ല എന്നാണ് ശങ്കയെങ്കിൽ, എല്ലാ അനർത്ഥങ്ങളും തീർന്നു കിട്ടും എന്നാണല്ലോ പറഞ്ഞത് ആത്മതത്വം ഉറച്ചു കഴിഞ്ഞാൽ. പക്ഷേ ആത്മജ്ഞാനികൾക്കും വിശക്കുന്നുണ്ടല്ലോ, അവർക്കും ദാഹം ഉണ്ടാവുന്നുണ്ട്, ശരീരത്തിൽ രോഗവും വേദനയും ഒക്കെ വരുന്നുണ്ട്. പിന്നെ എന്ത് വിശേഷം ഈ ആത്മജ്ഞാനം കൊണ്ട് എന്ന് ചോദിച്ചാൽ, ആ ദുഃഖം ആരിൽ കാണപ്പെടുന്നു? ജീവനാണ്. ഞാൻ എന്ന ശബ്ദത്തിന്റെ വാച്യാർത്ഥമായ അഹങ്കാരത്തിലാണ് ഈ വക ഭാവങ്ങളെ കാണേണ്ടത്. അവയൊക്കെ ഞാനുമായി ചേർന്ന് നിൽക്കുന്നതാണ്. കൂടസ്ഥ ചൈതന്യവുമായി വിശപ്പ്, ദാഹം, രോഗം തുടങ്ങിയ ഒന്നിനും ഒരു ബന്ധവുമില്ല. ലക്ഷ്യാർത്ഥമായ കൂടസ്ഥ ചൈതന്യം അസംഗവും അവിഷയവുമായതുകൊണ്ട് ദുഃഖവ്യാപ്തിക്ക് അവകാശമില്ല. ആ സത്യത്തെ, കൂടസ്ഥ ചൈതന്യത്തെ ഈ പറഞ്ഞ വിശപ്പ്, ദാഹം, രോഗം, വേദന തുടങ്ങിയവയൊന്നും തൊട്ടു തീണ്ടുന്നില്ല. സ്വതന്ത്രമായ സത്യമാണ്. ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിഴല് പോലെയുള്ള ആ അഹങ്കാരത്തിനാണ് ഈ വക കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്. വിശപ്പ്, ദാഹം എന്നിവ അഹങ്കാരത്തിനാണെന്ന് സാരം. വിശപ്പ്, ദാഹം എന്നിവ ഇല്ലെന്ന് ആര് പറയും? ആത്മതത്വത്തെ അതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ദേഹവുമായി ചെറിയ ഒരു താതാത്മ്യമെങ്കിലും ഉള്ളിടത്തോളം കാലം ഈ വിശപ്പും, ദാഹവും, വേദനയും ഒക്കെ നമ്മെ ബാധിച്ചുകൊണ്ടേയിരിക്കും. വിശപ്പ്, ദാഹം തുടങ്ങി എന്തെല്ലാം ശരീരക്ലേശങ്ങൾ ആത്മസാക്ഷാത്കാരത്തിന് മുമ്പുണ്ടായിരുന്നുവോ അവയൊക്കെ ആത്മചൈതന്യത്തെ അറിഞ്ഞതിന് ശേഷവും എന്നിൽ പണ്ടത്തെ പോലെ തന്നെ നിലനിൽക്കുന്നുവല്ലോ. ആ സ്ഥിതിക്ക് ആത്മസാക്ഷാത്കാരം കൊണ്ട് സർവക്ലേശങ്ങളും നിവർത്തിക്കും എന്നെങ്ങനെ പറയാം എന്നാണെങ്കിൽ, ഞാനെന്ന ശബ്ദത്തിന്റെ വാച്യാർത്ഥമായ അഹങ്കാരം നിലനിൽക്കുന്നത് കൊണ്ടാണ് അവയും നിലനിൽക്കുന്നത്. അഹങ്കാരം കേവലം നീങ്ങി സ്വയം ആത്മാവായി തീരുമ്പോൾ ശരീരധർമ്മങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അഹങ്കാരം ഉള്ളയിടത്തോളം കാലം ആത്മാവിനെ തന്നിൽ നിന്ന് വേറെയായി കാണുന്നു. ബോധക ഭാവം, അതായത് അറിയുന്നവൻ, അറിയിച്ചു തരുന്നവൻ. ദൃശ്യദർശക ഭാവം, കാണപ്പെടുന്നത് കാട്ടിത്തരുന്നവൻ. ഇങ്ങനെയുള്ളവയെല്ലാം അത് ഹേതുവായിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, എനിക്ക് വേദനിക്കുന്നു. ശരീരത്തിനാണ് വേദന. ഞാൻ ശരീരമല്ല എന്ന് തീരുമാനിച്ചവന് ആ ശരീരവേദന വലിയ പ്രശ്നം ചെയ്യില്ല. അതികഠിനമായ വേദന വരുമ്പോൾ ഒരുപക്ഷെ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞു എന്ന് വരാം. എന്നാലും അജ്ഞാനിയെ വേദന ബാധിക്കുന്നത് പോലെ ഒരു ജ്ഞാനിയെ ഒരിക്കലും ബാധിക്കുകയില്ല. കാരണം അയാൾ വേദന അനുഭവപ്പെടുന്ന മാധ്യമമായ ശരീരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ്. ഉള്ളുകൊണ്ട് അകന്നു നിൽക്കുന്നവനാണവൻ. തനിക്കും ഈ ദേഹത്തിനും ഒരു ബന്ധവുമില്ല. ആ മാനസികമായുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്, ആ ഒരു അകൽച്ചയുണ്ടല്ലോ. നാം ആത്മാവാണെങ്കിൽ ഈ ജഡങ്ങളിൽ നിന്നൊക്കെ നാം അകൽച്ച പാലിക്കണം. എങ്ങനെ? ബുദ്ധി കൊണ്ട്, ഉള്ളുകൊണ്ട് ഇവയുമായി എനിക്കൊരു ബന്ധവുമില്ല
എന്ന് തീരുമാനിച്ച് അകന്നു നിന്നു കഴിഞ്ഞാൽ ഈ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും നമ്മെ പണ്ടത്തെ പോലെ ബാധിക്കുകയില്ല. അപ്പോൾ ഈ ദ്വൈതങ്ങളൊക്കെ അനുഭവിക്കുന്നത് കൊണ്ട് എന്താ മനസ്സിലാവുന്നത്? അവിദ്യ പൂർണ്ണമായി നീങ്ങിയിട്ടില്ല എന്നർത്ഥം. അസംഗനും നിർഗുണനുമായ ആത്മാവിന് ക്ഷുത്പിപാസാദികളൊന്നുമില്ല. അതിനാൽ അവിദ്യ നീങ്ങി സ്വയം ആത്മാവായി തീരുമ്പോൾ ശരീരധർമ്മങ്ങളുടെ പീഡ കേവലം ഉണ്ടാവില്ല. ഒരു പദ്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ചിദ്രൂപേവി പ്രസജ്യേരൻ താദാത്മ്യാധ്യാസതോ യദി മാധ്യാസം കുരു ഹിന്ദുത്വം വിവേകം കുരു സർവദാ. താദാത്മ്യ അധ്യാസതഃ ചിദ്രൂപേ അഭി പ്രസജ്യേരൻ യദി. താദാത്മ്യം കാരണമായിട്ട് എന്ന് പറഞ്ഞാൽ ആത്മാവ് താനല്ലാത്ത ജഡശരീരത്തെ താനാണ് എന്ന് തീരുമാനിക്കുന്നത് കൊണ്ട്, ആ അധ്യാരോപം കൊണ്ട് ശരീരത്തിലെ വേദന ആത്മാവിലും പകരുകയില്ലേ? പകർച്ചവ്യാധി പോലെ കുറെയൊക്കെ ദുഃഖം ഈ ആത്മതലത്തിലും അരിച്ചിറങ്ങില്ലേ എന്ന് ചോദിച്ചാൽ, താദാത്മ്യ അധ്യാസം നിമിത്തം ചിദ്രൂപത്തിലും പ്രസക്തി ഉണ്ടാകുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ വേദന തുടങ്ങിയവ, വിശപ്പ്, ദാഹം തുടങ്ങിയവയൊക്കെ ആത്മാവിനെയും കുറെയൊക്കെ ബാധിക്കില്ലേ എങ്കിൽ ത്വം അധ്യാസം മാ ഗുരു, നീ അധ്യാസത്തെ ചെയ്യണ്ട. എന്താണ് അധ്യാസം? ഞാൻ ശരീരമാണ്, ഇതെന്റെ ശരീരമാണ്, ഈ ജഡവുമായിട്ട് തനിക്ക് ഏതോ ഒരു തരത്തിൽ ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നതാണ് അധ്യാസം അല്ലെങ്കിൽ അധ്യാരോപം. ആ അധ്യാരോപത്തെ ഉണ്ടാക്കുന്നത് നീയാണ്. ആ അധ്യാരോപത്തിൽ നിന്ന് വിട്ടുനിൽക്കൂ, ആ അധ്യാരോപത്തെ അംഗീകരിക്കാതിരിക്കൂ. കിന്തു സർവദാ വിവേകം ഗുരു. പിന്നെ എന്ത് ചെയ്യണം? നീ എപ്പോഴും വിവേകത്തോടുകൂടി കഴിയണം, തിരിച്ചറിയണം ഞാൻ ചൈതന്യമാണ്. ചൈതന്യത്തിന് ജഡവുമായി ഒരു സമ്പർക്കവുമില്ല, സ്പർശവുമില്ല. ഇതങ്ങോട്ട് ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കൂ. അഹങ്കാരത്തിൽ ബാധിക്കുന്ന ക്ഷുത്പിപാസാദികൾ താദാത്മ്യ അധ്യാസം നിമിത്തം ജ്ഞാനസ്വരൂപമായ ആത്മാവിനെയും സ്പർശിക്കുമല്ലോ എന്ന് ശങ്കിക്കുന്നുവെങ്കിൽ താദാത്മ്യ അധ്യാസത്തെ ചെയ്യേണ്ട നീയാണല്ലോ ശരീരം ഞാനാണ് എന്ന് കരുതുന്നത്. അല്ലാതെ അല്ലല്ലോ ഞാനെന്ന് വിചാരിക്കുന്നത്. ഞാനാണ് ശരീരത്തെ എൻ്റേത് അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ കരുതുന്നത്. ആ അധ്യാസത്തെ ചെയ്യുന്നത് ഉപേക്ഷിച്ചു അഹങ്കാരത്തോട് സംബന്ധപ്പെടാത്ത ആത്മാവായി തന്നെ ഇരുന്നു കൊള്ളുക. അവിവേകമാണ് അധ്യാസ കാരണം. വിവേകത്താൽ അവിവേകത്തെ നശിപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ ആ അധ്യാസം നിമിത്തമുള്ള ക്ഷുത്ത്, പിപാസ, രോഗം, വേദന തുടങ്ങിയവയൊന്നും തന്നെ ബാധിക്കുന്നതായി തോന്നുകയില്ല. സാരം വായിക്കാം. അഹങ്കാരത്തിനുണ്ടാവുന്ന ക്ഷുത്പിപാസാദി ശരീരധർമ്മങ്ങൾ അഹങ്കാരത്തോടുള്ള താദാത്മ്യ അഭ്യാസം ഹേതുവായിട്ട് അസംഗനും ചിദ്രൂപിയുമായ ആത്മാവിനും ഉണ്ടാവില്ലേ എന്നാണെങ്കിൽ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ അസംഗനായ ആത്മാവിന് ഒന്നിനോടും താദാത്മ്യഭാവമില്ല. അത് സ്വതന്ത്രമായ സത്തയാണ്. അതിനാൽ അഹങ്കാരധർമ്മങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കാൻ പോകുന്നില്ല. എങ്കിലും ഉണ്ടാവും എന്ന് തോന്നുന്നുവെങ്കിൽ അത് അവിവേകം കൊണ്ടാണ്. വിവേകത്തെ വളർത്തി അവിവേകത്തെ നശിപ്പിക്കുമ്പോൾ അധ്യാസം തന്നെ ഉണ്ടാവില്ല. അധ്യാസം ഉണ്ടാവാത്ത വിധത്തിൽ വിവേകത്തെ നിലനിർത്തിക്കൊണ്ടിരുന്നാൽ മതി. അവിദ്യയിലേക്ക് പതിച്ചു പോകാതെ നമുക്ക് ചുറ്റും ഒരു സുരക്ഷാവലയം നാം എപ്പോഴും തീർക്കണം. ഒരു തരത്തിലുള്ള ദ്വൈതവും തന്നെ ബാധിക്കാതെ ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയുമായിട്ടൊന്നും എനിക്ക് അശേഷം ബന്ധമില്ല എന്ന് ബുദ്ധിയിൽ നല്ല ഉറപ്പു നേടി ഇവയൊക്കെ കേവലം മായാകാര്യങ്ങൾ, ജഡങ്ങൾ, ചിത്സ്വരൂപനായ എനിക്ക് ഇവയുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ല എന്നൊരു അകൽച്ച പാലിക്കാമെങ്കിൽ ഈ അധ്യാസം ഉണ്ടാവില്ല. അധ്യാസമില്ലെങ്കിൽ അധ്യാസം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. അതുകൊണ്ട് സദാ വിവേകിയായി തത്വവിചാരം ചെയ്തുകൊണ്ട് കഴിയണം എന്നാണ് വിദ്യാരണ്യസ്വാമികൾ അഭിപ്രായപ്പെടുന്നത്. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.